അതാണ് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്. ധൈര്യമില്ലല്ലോ പറയാൻ. ഒരിക്കൽ കൂടെ, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്. എനിക്ക് ഒരു അപ്പൻ സ്വർഗത്തിലുണ്ട്. എന്നെ തൊട്ടാൽ തിരിച്ച് കാര്യം ചോദിപ്പാൻ സ്വർഗത്തിൽ എനിക്കൊരു അപ്പനുണ്ട്. കടന്നു വന്നാട്ടെ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. The book of Ephesians chapter 3 verses 14. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. ഒറ്റ വാക്യം ശബ്ദമുയർത്തി എല്ലാവരും വായിച്ചാട്ടെ. ആദ്യനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഒരിക്കൽ കൂടെ ശക്തിയോടെ. ആദ്യനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. പൗലോസ് അപ്പോസ്തലൻ സ്തോത്രം ഇതാ പറയുകയാണ്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഇന്ന് പകൽക്കാലം നാം കേൾക്കുന്നതായ ദൈവിക ദൂതിൻ്റെ തലക്കെട്ടിതാണ് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്. ശബ്ദമുയർത്തി പറഞ്ഞ എന്താണ്? സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്. പഴയ നിയമകാലത്തിൽ ദൈവം പിതാവായി വെളിപ്പെട്ടതേ ഇല്ല. പഴയ നിയമകാലത്തിൽ ഭക്തന്മാരുടെ നടുവിൽ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരോട്, ദൈവത്തിൻ്റെ ദാസന്മാരോട് ദൈവം മറ്റ് പല പേരുകളാണ് വെളിപ്പെട്ടത്. ഒരു പക്ഷേ യജമാനനായി അഥവാ അഡോനായ്. അഡോനായ് കേട്ടിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തിയട്ടെ. അഡോനായ്. അബ്രഹാം നിലത്തോളം കുനിഞ്ഞിട്ട് പറയുന്നു, യജമാനനെ സ്തോത്രം കടന്നു വരണമേ. അഡോനായ്. അബ്രഹാമിനോട് തന്നെ ഉൽപ്പത്തി പുസ്തകം 17:1 എൽ ഷഡായ്, സർവശക്തനായ ദൈവം വെളിപ്പെടുന്നു. അഡോനായ ദൈവം വെളിപ്പെടുന്നു, സർവശക്തനായ ദൈവം വെളിപ്പെടുന്നു. പുറപ്പാട് 3:14 മോശയുടെ മുൻപിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവം അതേ വെളിപ്പെട്ടത് ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു എന്ന ക്രമത്തിൽ ദൈവം വെളിപ്പെട്ടു. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ എരിഹോ സമഭൂമിയിൽ സ്തോത്രം യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ദൈവം വെളിപ്പെട്ടു. സൈന്യാധിപതിയായി വെളിപ്പെടുന്ന ദൈവം, ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ് വെളിപ്പെടുന്ന ദൈവം. അത് തന്നെയാണ് എബ്രായ ലേഖനം 1:1 പറയുന്നത്. ദൈവം ഭാഗമായി വിവിധമായി ഒന്ന് പിതാക്കന്മാരോട് സംസാരിച്ചു, പ്രവാചകന്മാരിലൂടെ പിതാക്കന്മാരോട് സംസാരിച്ചു. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, പിതാക്കന്മാരോട് എങ്ങനെയാണ് സംസാരിച്ചേ? പ്രവാചകന്മാരോട് സംസാരിച്ചു. പിതാക്കന്മാരോട് പ്രവാചകന്മാരോട് സംസാരിച്ചു. എന്നാൽ സ്തോത്രം മക്കൾക്ക് വല്ലവരിലൂടെയല്ല സംസാരിച്ചത്, പുത്രനിലൂടെ നേരിട്ട് സംസാരിച്ചു. നിന്നോട് ദൈവത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്തോത്രം ഏതോ അയൽവാസിയിലൂടെ അല്ല ദൈവം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നേരിട്ട് നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. അർത്ഥം സ്തോത്രം നുണ പറയാത്തവനായ കർത്താവ്, മറ്റുള്ളവരോട് കാര്യം പറഞ്ഞ് വളച്ചുകെട്ടി പറയാത്തവനായ ദൈവം, ത്രൂ ദ സൺ അതേ പിതാവായ ദൈവം പുത്രനിലൂടെ വെളിപ്പെട്ടിരിക്കുന്നു. പിതാവിനെ വെളിപ്പെടുത്തുവാൻ പുത്രൻ ഈ ലോകത്തിൽ വന്നു എന്ന് സാരം. ഒരിക്കൽ കൂടെ, പിതാവിനെ വെളിപ്പെടുത്തുവാൻ പുത്രനായ യേശു ഈ ലോകത്തിൽ കടന്നു വരികയുണ്ടായി. അബ്രഹാമിന്, മോശയ്ക്ക്, യോശുവയ്ക്ക് പഴയ നിയമത്തിൽ ആർക്കും തന്നെ അങ്ങനെ ഒരു വെളിപ്പാട് ഉണ്ടായതേ ഇല്ല. എന്നാൽ യോഹന്നാൻ 1:17 പറയുന്നു, അദൃശ്യനായ പിതാവിനെ വെളിപ്പെടുത്തിയത് പുത്രനത്രേ. പുത്രനെ വെളിപ്പെടുത്തിയ പിതാവിനെ വെളിപ്പെടുത്തിയ പുത്രന് സ്തോത്രം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സോ യേശു ഈ ലോകത്തിൽ കടന്നു വന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യാദികൾ ഒന്നാണ്, പിതാവിനെ വെളിപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ കർത്താവ് കടന്നു വരികയുണ്ടായി. മനസ്സിലാക്കിയ ആത്മീയ ജീവിതത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് പിതാവാണ്. പലതിൻ്റെയും ആരംഭം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പലതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പിതാവാണ്. ഭാരതത്തിൽ ഇന്ന് പകൽക്കാലം ഈ ദൂത് നാം കേൾക്കുമ്പോൾ മനസ്സിലാക്കുക, ഈ രാജ്യത്തിനൊരു രാഷ്ട്ര പിതാവുണ്ട്. ആരും മിണ്ടുന്നില്ലല്ലോ. കമോൺ, ഹല്ലേലൂയ. നിങ്ങൾ പ്രതിപക്ഷമാണോ ഭരണകക്ഷിയാണോ? ഈ രാജ്യത്തിന് ഒരു രാഷ്ട്രപിതാവുണ്ട്. ഗോഡ്സയുടെ അതേ അനുയായികളായി ഇസബേലി ആത്മാക്കൾ പിതാക്കന്മാർക്കെതിരെ ശബ്ദമുയർത്തുന്ന ഈ തലമുറയിൽ മനസ്സിലാക്കണമേ, ഇന്നും സ്തോത്രം രാജ്യത്തിനെ നിലനിർത്തുന്ന പിതാക്കന്മാരുണ്ട്.
അത് ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ ഏത് രാജ്യങ്ങളിലേക്ക് നോക്കിയാലും പിതാക്കന്മാരുടെ തീരുമാനം, പിതാക്കന്മാരുടെ അധ്വാനം, പിതാക്കന്മാരുടെ സമർപ്പണമാണ് രാജ്യങ്ങളെ പോലും നിലനിർത്തിയത്. സ്തോത്രം. അമേരിക്കൻ സിവിൽ വാർ അതിശക്തമായി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ശക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ശത്രുക്കൾ ഒരു ദിവസം ഒരു യുവാവിനെ ഓടിക്കുകയാണ്. ആ ശത്രുക്കൾ തന്നെ ഓടിച്ചപ്പോൾ ആ യുദ്ധത്തിന് നേതൃത്വം നൽകി അദ്ദേഹം വിചാരിച്ചു, ഞാനിതാ തീരുവാൻ വേണ്ടി പോകുന്നു, ഈ ശത്രുക്കളെ കയ്യിൽപ്പെട്ട് ഞാനിതാ അവസാനിപ്പാൻ വേണ്ടി പോകുകയാണ്. ശരവേഗത്തിൽ ആ താഴ്വരയിലൂടെ താൻ ഓടുകയാണ്. ശക്തമായ മഞ്ഞ് വീഴ്ചയാൽ മഞ്ഞിനാൽ ആ താഴ്വരകളും ആ പ്രദേശം മുഴുവൻ പൊതിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം താഴെ കൂടെ ഒഴുകുന്നതായ പൊട്രമാക് എന്ന ഒരു നദിയാണ്. നദിയിൽ മുഴുവൻ ഐസ് പാളികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. മാനുഷികമായി ബുദ്ധിയിൽ ചിന്തിച്ചാൽ ആ നദിയിലൂടെ ആരെങ്കിലും സ്തോത്രം വീണാൽ, ആ നദിയിൽ ആരെങ്കിലും വീണാൽ ഐസ് പാളികളുടെ ഇടയിൽപ്പെട്ട് അവൻ നിശ്ചയമായി മരിച്ചു പോകും. എന്നാൽ ആ താഴ്വരയിലൂടെ ഓടുമ്പോൾ ആ യുവാവ് ഇപ്രകാരം ചിന്തിച്ചു. ചെറുപ്രായത്തിൽ തന്നെ അമ്മ പറഞ്ഞു തന്നതായ സങ്കീർത്തനത്തിൽ വാക്യം, കൂരിരുൾ താഴ്വരയിലൂടെ കടക്കുമ്പോൾ ഞാൻ യാതൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കൂരിരുൾ താഴ്വരയിലൂടെ കടക്കുമ്പോൾ കൂരിരുൾ താഴ്വരയിൽ ഞാൻ കിടക്കുകയല്ല, കൂരിരുൾ താഴ്വരയിൽ എന്ന് ഞാൻ അഡ്മിറ്റ് അല്ല, കൂരിരുൾ താഴ്വരയിൽ ഞാൻ കടക്കുകയാണ്. ഏതെങ്കിലും വ്യക്തികൾ, കുടുംബങ്ങൾ ഏതെങ്കിലും താഴ്വരയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരിക്കലും അവിടെ കണ്ടിന്യൂ ചെയ്യുവാൻ വേണ്ടി പോകുന്നില്ല. അറിയാതെ വന്നത് അറിയാതെ നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. ആ താഴ്വരയിലൂടെ ഓടുമ്പോൾ താൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ താഴ്വര ഇതാ വന്നിരിക്കുന്നു, എൻ്റെ പിന്നാലെ നൂറുകണക്കിന് കുതിരപ്പട്ടാളം എന്നെ ഇതാ ഓടിക്കുകയാണ്. സ്തോത്രം. എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷമാണോ ഇത്? രണ്ടിലൊന്ന് എനിക്ക് സംഭവിക്കാം. ഒന്നുകിൽ ആ കുതിരപ്പട്ടാളത്തിന് ഞാൻ എൻ്റെ ജീവൻ അടിയറ വെച്ച് എൻ്റെ ജീവിതം ഇതോടെ അവസാനിപ്പിക്കാം, ഇല്ലെങ്കിൽ അഭ്രപാളികൾ പോലെ ഐസ് കട്ട നിറഞ്ഞിരിക്കുന്ന ഈ നദിയിലേക്ക് ഞാൻ എടുത്തു ചാടുന്നു. അവിടെ തന്നെ രക്ഷിക്കണമേ, അങ്ങയുടെ കരം എന്നെ താങ്ങണമേ, അങ്ങനെ സൂക്ഷിക്കണമേ. അങ്ങനെ സംരക്ഷിച്ചാൽ കർത്താവേ, എൻ്റെ രാജ്യവും ഞാനും അങ്ങേ തന്നെ സേവിക്കാം. അതായിരുന്നു ജോർജ് വാഷിംഗ്ടന്റെ തീരുമാനം. അദ്ദേഹത്തിന്റെ പേരതാണ്, ജോർജ് വാഷിംഗ്ടൺ. ജോർജ് വാഷിംഗ്ടൺ എന്നെ പറഞ്ഞു, കർത്താവേ, നീ എന്നെ സംരക്ഷിച്ചാൽ ഞാനും എൻ്റെ രാജ്യവും അങ്ങയെ സേവിക്കുക. അടുത്ത സെക്കൻഡിൽ അദ്ദേഹം നദിയിലേക്ക് എടുത്തു ചാടി. തൻ്റെ ശത്രുക്കളെ പറഞ്ഞു, ഫർഗറ്റ് അബൌട്ട് ഹിം, അവൻ ഒരിക്കലും ഇനി പൊങ്ങി വരത്തില്ല. നിങ്ങളെ നോക്കി എന്നെ നോക്കി ആരൊക്കെ പറഞ്ഞതാണ് ഇനി അവൻ പൊങ്ങി വരത്തില്ല. എന്നാൽ ഞാൻ പറയട്ടെ, പിശാചിന്റെയും മനുഷ്യന്റെയും അവസാനം ദൈവത്തിന്റെ ആരംഭമാണ്. കരങ്ങളടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങളടിച്ചേ. എവിടെയാണോ നീ തീർന്നു എന്ന് പറയുന്നത്, അവിടെ നിന്ന് തുടങ്ങുന്നവനാണ് ജീവിതത്തിന്റെ ആൽഫയും ഒമേഗയും ആകുന്ന കർത്താവ്. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ജോർജ് വാഷിംഗ്ടനെ സംരക്ഷിച്ചു. അടുത്ത കരയിലേക്ക് താൻ നടന്നു കയറി. സ്തോത്രം. താൻ എഴുന്നേറ്റു, ആ രാജ്യത്തെ സ്ഥാപിച്ചു. അത് ആ ഒരു യുവാവിന്റെ തീരുമാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നൊരു രാജ്യത്തിന്റെ സ്ഥാപനമായെങ്കിൽ ഈ ജൂൺ മാസം 19-ാം തീയതി ആരോ ദൈവത്തിന്റെ തീരുമാനിക്കട്ടെ. ഇത് നിന്റെ തീരുമാനങ്ങളുടെ സഭായോഗമാകട്ടെ. ഈ ദൂതിൽ പലരും പലതിനായി തീരുമാനിക്കട്ടെ. ഏതോ യുവാവ് യേശുവിനെ വേണ്ടി തീരുമാനിക്കട്ടെ, ഏതോ പിതാവ് കർത്താവ് യേശുവിനെ വേണ്ടി തീരുമാനിക്കട്ടെ, ഏതോ കുടുംബങ്ങൾ ദൈവത്തിന് വേണ്ടി വേർതിരിവാൻ വേണ്ടി തീരുമാനിക്കട്ടെ. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. രാജ്യങ്ങൾക്ക് പിതാക്കന്മാരുണ്ട്, സഭകൾക്ക് പിതാക്കന്മാരുണ്ട്. സ്തോത്രം. അതെ, വീട്ടിൽ പിതാവുണ്ട്. കാര്യമുണ്ട്, സ്വർഗത്തിൽ ഒരു പിതാവ് നമുക്കുണ്ട്. സ്വർഗസ്ഥനായ പിതാവിനെ വെളിപ്പെടുത്തുവാൻ യേശു ലോകത്തിൽ കടന്നു വന്നു. യോർദാൻ സ്തോത്രം ഒരു മലയുടെ താഴ്വരയിൽ ശിഷ്യന്മാർക്ക് കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അഡോനായ് എന്നല്ല, എൽഷഡായ് എന്നല്ല, എലോഹിം എന്നല്ല, മറ്റേതെങ്കിലും പഴയ നിയമത്തിലെ വാക്കുകളല്ല. പിതാവായ ദൈവത്തെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തിയത് യേശു ഇങ്ങനെയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അവർ ഞെട്ടി. അബ്രഹാം ദൈവത്തെ പിതാവേ എന്ന് സംബോധന ചെയ്തില്ല. മോശയോ പ്രവാചകന്മാരോ അഹ്റോനോ പുരോഹിതന്മാരോ ദാവീദോ രാജാക്കന്മാരോ ആരും തന്നെ ദൈവത്തെ പിതാവേ എന്ന് സംബോധന ചെയ്യാതിരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഇതാ കർത്താവ് യേശു ക്രിസ്തു പുതിയൊരു ബന്ധം സ്ഥാപിച്ചു പറയുന്നു. അവനെ അകന്ന് നിന്ന് ദൈവമേ എന്നല്ല വിളിക്കേണ്ടത്. യു ഹാവ് എ ഫാദർ. നിനക്കൊരു
അപ്പനുണ്ട്. ഇന്ന് പകൽ നിനക്കൊരു അപ്പനുണ്ട്. നിങ്ങളെ തൊടുന്നവർ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു എന്ന് പറയുന്ന, നിന്നെ സംരക്ഷിക്കുന്ന, നിന്നെ കരുതുന്ന ഒരപ്പനുണ്ട്. അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയാണ്, അവൻ ഏകനായ മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. അവൻ സ്തോത്രം, അതേ യഹോവ തിസ്കനുമാണ്. അവൻ നീതികളുടെ ദൈവമാണ്, അവൻ സൈന്യങ്ങളുടെ അധിപതിയാണ്. കോടാനി കോടി ദൂതന്മാർ അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. ലോകത്തിൽ ഇന്നായിരിക്കുന്നതായ എത്ര കോടിക്കണക്കിന് ജനമുണ്ടോ അതിൻ്റെ എത്രയോ ഇരട്ടി ദൂതന്മാർ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ ആ തലക്കനം ദൈവത്തിനില്ല. എന്നെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ എന്ന തലക്കനം ദൈവത്തിനില്ല. സ്തോത്രം. പിശാചിന് നിറയെ തലക്കനമാണ്, എന്നാൽ ദൈവത്തിൽ മുഴുവൻ താഴ്മയാണ്. നിങ്ങൾ കേട്ടില്ല? പിശാചൻ മുഴുവൻ തലക്കനമാണ്. ദൈവത്തിനും ദൈവകൃപ ഉള്ളവർ അവർക്ക് മുഴുവൻ താഴ്മയാണ്. ദൈവകൃപയുള്ളവർക്ക് താഴ്മയാണ്. സ്തോത്രം. കാരണം എന്ത്? വേദപുസ്തകം പറയുന്നവൻ സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവൻ സ്നേഹം തന്നെ. മലാക്കി 1:2, ഇരമ്യ 31:3, യെശയ്യാ 49:15, 1 യോഹന്നാൻ 4:8, 1 യോഹന്നാൻ 4:16. ആവർത്തിച്ച് വേദപുസ്തകം പറയുന്നു ദൈവം സ്നേഹം തന്നെ. ശബ്ദം ഉയർത്തിയ അപ്പച്ചനെ കുറിച്ച് പറഞ്ഞ എന്താണ്? ദൈവം സ്നേഹം തന്നെ. ഒരിക്കൽ കൂടെ, ദൈവം സ്നേഹം തന്നെ. എങ്ങനെയാണ് ദൈവ സ്നേഹം? സ്തോത്രം. ദൈവം സ്നേഹം തന്നെയെന്ന് നിങ്ങൾക്ക് പറവാൻ തക്കോണം കഴിയുന്നത്. അപ്പം തിന്നവൻ അകന്നു നിന്ന ഒരു പകൽക്കാലം, കൂടെ നടന്ന് നിനക്ക് വേണ്ടി ചത്തുകളയുമേ എന്ന് പറഞ്ഞവൻ തള്ളിപ്പറഞ്ഞതായ ഒരു പകൽക്കാലത്ത് ഒരു യോഹന്നാൻ മാത്രം, ഹി വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ക്രോസ്. ആ ക്രൂശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ നിൽക്കുകയാണ്. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് തകർന്ന് കിടക്കുന്ന യേശു കർത്താവ് ക്രൂശിന്മേൽ മരിക്കുന്നത് കണ്ട് ആ ക്രൂശിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് യോഹന്നാൻ പറയുന്നു, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അകന്ന് നിന്നവനല്ല, ഏറ്റവും അടുത്ത് നിന്നിട്ട് പറയുന്നു, കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾ ദൈവ മക്കളായി തീരുവാൻ, നിന്റെ പേര് റേഷൻ കാർഡിലും ആധാർ കാർഡിലുമല്ല, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ, സ്വർഗത്തിന്റെ പൗരനായി തീരുവാൻ, ദൈവത്തിന്റെ മക്കളായി തീരുവാൻ, അവനെ കൈക്കൊണ്ട് അവരിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ എന്ന ആ അധികാരത്തിലേക്ക് പദവിയിലേക്ക് നടത്തപ്പെടുവാൻ എത്ര വലിയ സ്നേഹം പിതാവായ ദൈവം നൽകിയിരിക്കുന്നു. അതെ, നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവുണ്ട്, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്. സ്തോത്ര. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിചാരിച്ചത് പിതാവായ ദൈവത്തിന് 7 ടൈറ്റിലാണ് ഉണ്ടായിരുന്നതെന്ന്. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി 9 ടൈറ്റിലാണ് ഉള്ളത്. എന്നാൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ ശിശുവിനെ പോലെ സംസാരിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് വിട്ടുകളഞ്ഞോ? ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, there are 12 titles about the heavenly father. പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള 12 തലക്കെട്ട് 12 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അടുത്ത ദൂതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികട്ടെ. അതെ, 12 അത് ദൈവിക അധികാരത്തെ കുറിക്കുന്നു. 12 അത് സ്വർഗീയ ഗവൺമെന്റിനെ കുറിക്കുന്നു. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ ദൈവം ബലഹീനനല്ല, നിന്റെ ദൈവം സർവശക്തനാണ്. നിന്റെ ദൈവം ഭൂതങ്ങളെക്കാൾ വലിയവനാണ്. നിന്റെ ദൈവം സാത്താന്റെ തലയെ തന്റെ പുത്രനിലൂടെ കാൽവരി ക്രൂശുമേൽ അതേ തകർത്ത് നിനക്ക് വേണ്ടി ജീവിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ്. അവൻ ക്യാൻസറിനേക്കാൾ വലിയവൻ, അവൻ ശാപങ്ങളെക്കാൾ വലിയവൻ, അവൻ പ്രശ്നങ്ങളെക്കാൾ വലിയവൻ. സ്തോത്രം. അതേ, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്. ആ പിതാവിന്റെ ഒന്നാമത്തെ പേരെന്താണ്? 12 ടൈറ്റിൽ ഒന്നാമത്തേത് ഞാൻ പറയട്ടെ, ഈസ് ദ ഫാദർ ഓഫ് ലൈറ്റ്. അവൻ വെളിച്ചങ്ങളുടെ പിതാവ്. എല്ലാവരും പറഞ്ഞാട്ടെ, എന്താണ്? വെളിച്ചങ്ങളുടെ പിതാവ്. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്, അവൻ വെളിച്ചങ്ങളുടെ പിതാവ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വേദപുസ്തകം പറയുന്നു, അവൻ വെളിച്ചങ്ങളുടെ പിതാവ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രകൃതിയിലും പ്രപഞ്ചത്തിലും യാതൊരു വെളിച്ചത്തിന് കണിക പോലും ഉണ്ടായിരുന്നതേയില്ല, ഒരു വസ്തുവുമില്ല. എന്നാൽ ദൈവം ഇരുട്ടിനെ ശാസിച്ചില്ല, ഇരുട്ടിനെ ഫലിച്ചില്ല, ഇരുട്ടിനെ അളന്നില്ല. എന്നാൽ ദൈവം പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. സ്തോത്രം. ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. സഹോദരി സഹോദരന്മാരെ, അത് സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ നക്ഷത്രത്തിൻ്റെയോ പ്രകാശം അല്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഉണ്ടായത് ഉൽപ്പത്തി 1 വായിച്ചു നോക്ക്, നിങ്ങൾക്ക് കാണാൻ കഴിയും. 4-ാം നാളാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഉണ്ടായത്.
ഒരിക്കൽ കൂടെ 4-ാം നാളാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഉണ്ടായത്. പക്ഷേ 1-ാം ദിവസം സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഈ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും സ്വിച്ച് അപ്പച്ചിനിട്ടു, ലൈറ്റ് പ്രകാശിച്ചു, ഇരുട്ട് ഓടിപ്പോയി. ഈ സൂര്യൻ പറയുന്നുണ്ടായിരിക്കാം, ഞാനില്ലെങ്കിൽ നീ ജീവിക്കുന്നതൊന്ന് കാണട്ടെ. ചന്ദ്രൻ പറയുന്നുണ്ടായിരിക്കാം, അടുത്തിരിക്കുന്ന ചന്ദ്രനല്ല, മേലത്തെ ചന്ദ്രൻ, സ്തോത്രം, ചന്ദ്രൻ പറയുന്നുണ്ടായിരിക്കാം, ഞാനില്ലെങ്കിൽ നീ ജീവിക്കുന്നത് കാണട്ടെ. എന്നാൽ സ്തോത്രം, ഞാൻ പറയട്ടെ, ആരുമില്ലെങ്കിലും ഒരു നക്ഷത്രം ഇല്ലെങ്കിലും, ഒരു സ്തോത്രം ചന്ദ്രനില്ലെങ്കിലും, ഒരു സൂര്യനില്ലെങ്കിലും, സ്തോത്രം, നീ ഇരുട്ടിൽ തപ്പത്തില്ല, നീ ഇരുട്ടിൽ ഇടറത്തില്ല. ആർക്കും നിന്നെ ഭീഷണിപ്പെടുത്തുവാൻ കഴിയത്തില്ല, ആർക്കും നിന്നെ ഭീഷണിപ്പെടുത്തുവാൻ കഴിയത്തില്ല. കാരണം നിനക്കൊരാപ്പനുണ്ട്, അവൻ വെളിച്ചങ്ങളെ പിതാവത്രേ. ഹല്ലേലൂയ. എന്നെ ഭീഷണിപ്പെടുത്തലേ സൂര്യ, നീ വന്നത് 4-ാം നാളാ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ഇതെല്ലാം ഉണ്ടായത് 4-ാം നാളാ. പെട്ടെന്ന് പറ, ഇതെല്ലാം ഉണ്ടായത് 4-ാം നാളാ. പക്ഷെ ഇതിനു മുൻപേ എൻ്റെ അപ്പനുണ്ട്, അവൻ വെളിച്ചങ്ങളെ പിതാവ്. വേദപുസ്തകം പറയുന്നു, അവൻ ആത്മാക്കളെ പിതാവ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം, അവൻ ആത്മാക്കളെ പിതാവ്. നിങ്ങൾക്കൊരു ആത്മാവുണ്ട്. പട്ടിക്കും പൂച്ചയ്ക്കും, സ്തോത്രം, അതേ മൃഗങ്ങൾക്കും പക്ഷിക്കും ആത്മാവില്ല. അതുകൊണ്ടാണ് മാതൃഭൂമിയിലും ഏഷ്യാനെറ്റിലും നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലാത്തത്, കേട്ടിട്ടില്ലാത്തത്, പട്ടി ആത്മഹത്യ ചെയ്തു, കോഴി തൂങ്ങിച്ചത്തു എന്ന് നമ്മൾ വായിച്ചിട്ടില്ലാത്തത്. സ്തോത്രം, പട്ടിക്കും പൂച്ചയ്ക്കും മൃഗത്തിനും പക്ഷിക്കും ആത്മാവില്ല, എന്നാൽ നിനക്ക് ആത്മാവുണ്ട്. 1 പത്രോസ് 1:9 പറയുന്നു, ആത്മാക്കളെ പിതാവ് അനന്തമായ ആത്മരക്ഷയെ അവൻ നൽകുന്നു. ആത്മരക്ഷ പ്രാപിച്ചവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. ചർച്ച് മെമ്പർഷിപ്പ് നിനക്ക് ആത്മരക്ഷ തരത്തില്ല, ദശാംശവും സ്തോത്രക്കാഴ്ചയും നിനക്ക് ആത്മരക്ഷ തരത്തില്ല. എന്നാൽ യേശുവിൻ്റെ വിലയേറിയ കാൽവരി യാഗത്താൽ, ദൈവത്തിൻ്റെ കൃപയാൽ വിലയേറിയ അനന്തമായ ആത്മരക്ഷ നാം പ്രാപിച്ചിരിക്കുന്നു. എബ്രായർ 7:25 പറയുന്നു, ഓ ഹി സേവ്ഡ് us uttermost. അവൻ സ്തോത്രം പൂർണ്ണമായി നമ്മെ രക്ഷിച്ചിരിക്കുന്ന വിലയേറിയ ആത്മരക്ഷ. അതെ, അവൻ വെളിച്ചങ്ങളെ പിതാവ്, അവൻ ആത്മാക്കളെ പിതാവ്. ഓ മത്തായി സുവിശേഷം 6:6 വായിക്കുമ്പോൾ, he is the father of secrets. അവൻ രഹസ്യങ്ങളുടെ പിതാവ്. ദൈവം രഹസ്യങ്ങളുടെ പിതാവ്. വേറെ ആർക്കും നിങ്ങളെ കാണാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം നിന്നെ കാണുന്നവനാണ്. ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കട്ടെ, വേറെ ആരും കാണാത്തതായി നിന്റെ കണ്ണുനീരിനെ ദൈവം കാണുന്നവനാണ്. വേറെ ആരും അറിയാത്തതായി നിന്റെ വിഷയങ്ങളെ ദൈവം മനസ്സിലാക്കുന്നവനാണ്. രഹസ്യത്തിൽ കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിന്റെ കണ്ണുനീർ അറിയുന്നു, ദൈവം നിന്റെ പ്രാർത്ഥന അറിയുന്നു, ദൈവം നിന്റെ കാത്തിരിപ്പ് അറിയുന്നു. രഹസ്യത്തിൽ ഏലിയാവ് 3.5 വർഷം പ്രാർത്ഥിച്ചു, പരസ്യത്തിൽ ഏലിയാവ് 3.5 മിനിറ്റ് പ്രാർത്ഥിച്ചു. ഒരിക്കൽ കൂടെ, രഹസ്യത്തിൽ ഏലിയാവ് 3.5 വർഷം പ്രാർത്ഥിച്ചു. കർമ്മേൽ മലയുടെ കൊടുമുടിയിൽ ഏലിയാവ് ഭോജനയാഗം കഴിച്ചപ്പോൾ ജൂയിഷ് ഹിസ്റ്ററി അനുസരിച്ച് 3.5 മിനിറ്റ് അവൻ പരസ്യത്തിൽ പ്രാർത്ഥിച്ചു. 3.5 വർഷം രഹസ്യത്തിൽ പ്രാർത്ഥിച്ചവൻ 3.5 മിനിറ്റ് പരസ്യത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ രാജ്യം നടുങ്ങുന്ന അത്ഭുതം പരസ്യമായി വെളിപ്പെട്ടു. Come on. Hallelujah. ദൂത് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന, രഹസ്യത്തിൽ കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് മറുപടി ദൈവം നൽകുന്നത് പരസ്യത്തിലാണ്. അവൻ രഹസ്യങ്ങളുടെ പിതാവ്. യെശയ്യാ പ്രവചനം 9:6 പറയുന്നു, അവൻ നിത്യപിതാവ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ പിതാവ്? നിത്യപിതാവ്. ഒരിക്കൽ കൂടെ, നിത്യപിതാവ്, എവർലാസ്റ്റിംഗ് ഫാദർ. വയസ്സാകാത്ത പിതാവ്, മനസ്സ് മാറാത്ത പിതാവ്, ക്ഷീണിക്കാത്ത പിതാവ്, പെൻഷൻ പറ്റാത്ത പിതാവ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. നോക്കിയ എൻ്റെ കയ്യിലിരിക്കുന്നത് കഥാപുസ്തകം അല്ല, ഇതൊരു സംഭവമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൻ്റെ മക്കൾക്ക് വേണ്ടി അവൻ അന്ന് ചെയ്തെങ്കിൽ, താൻ തിരഞ്ഞെടുത്ത ജനത്തിന് വേണ്ടി അവൻ അന്ന് ചെയ്തെങ്കിൽ, അവൻ ഇന്ന് അതിനേക്കാളെ ഉപരിയായത് നിനക്ക് ചെയ്യുവാൻ തക്കണം. അവൻ ശക്തനാണ്, അവൻ നിത്യപിതാവ്. ഹല്ലേലൂയ. ബൈബിൾ വായിക്കാനുള്ളതാണ്, അത് പഠിക്കാനുള്ളതാണ്, അത് ധ്യാനിക്കാനുള്ളതാണ്. സ്തോത്രം. എന്നാൽ മനസ്സിലാക്കണമേ, വേദപുസ്തകം നിങ്ങൾ വായിച്ചു വരുമ്പോൾ, ബൈബിൾ വായിച്ചു വരുമ്പോൾ എവിടെയെങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്നെങ്കിൽ ഉടനെ അത് ആ ഭാഗം തൊട്ട് പറ, ഇത് എൻ്റെ വീട്ടിൽ നടക്കാൻ പോകുന്നു.
ഇത് എനിക്ക് വേണ്ടി ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്നു. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. കാരണം എന്താണ്? അവൻ നിത്യനാണ്. ആവർത്തന പുസ്തകം 32:40 പറയുന്നു, He is an everlasting God. He is the same yesterday, today and forever. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. പുറപ്പാട് 3:14 ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ. ഒരിക്കൽ ഞാൻ അങ്ങനെയായിരുന്നു എന്നല്ല ദൈവം പറഞ്ഞത്. ഒരിക്കൽ ഞാൻ അങ്ങനെ ആകാൻ പോകുന്നു എന്നല്ല ദൈവം പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒരിക്കൽ ഞാൻ അങ്ങനെയാണ് ആയിരുന്നു, ഒരിക്കൽ ഞാൻ അങ്ങനെ ആയിരുന്നു എന്നല്ല ദൈവം പറയുന്നത്. ഒരിക്കൽ ഞാൻ അങ്ങനെ ആകും എന്നല്ല ദൈവം പറയുന്നത്. ഞാൻ ആകുന്നവൻ, ഞാനാകുന്ന അബ്രഹാമിന്റെ ദൈവം, ദാവീദിന്റെ ദൈവം, ഗിദിയോന്റെ ദൈവം, ദെബോരയുടെ ദൈവം, എസ്റ്റേറിന്റെ ദൈവം 2022 ജൂൺ മാസം 19 തീയതി നിന്റെ ദൈവമാണ്. അവന്റെ കഴിവ് കുറഞ്ഞിട്ടില്ല, അവന്റെ കൈ കുറുകിയിട്ടില്ല, അവന്റെ ചെവി മന്ദമായിട്ടില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ആ കരം ഇന്നും നിനക്ക് വേണ്ടി ചലിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. ഇന്നും സൗഖ്യമുണ്ട്, ഇന്നും വിടുതലുണ്ട്, ഇന്നും അത്ഭുതമുണ്ട്, ഇന്നും മറുപടിയുണ്ട്. ഇന്നും ആരുടെയും കയ്യിൽ വീണ് പോകാതെ, മനുഷ്യന്റെ കയ്യിൽ വീണ് തകർന്നു പോകാതെ ദൈവകൃപയാൽ ഇന്നും ദൈവം തന്നെ വഴി നടത്തും. He's an everlasting father. സ്തോത്രം. അതേ 5-ാമതായി ഞാൻ പറയുക, He's the father of orphan. സ്തോത്രം. സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവിന്റെ പ്രത്യേകത, അവൻ അനാഥരുടെ പിതാവ്. ഇന്ന് പകൽ ഈ ഹാളിൽ നോക്കുമ്പോൾ ചിലർ പറയും, ഞാൻ ഒറ്റയ്ക്കാണ് ബ്രദർ. സ്തോത്രം. എൻ്റെ പാർപ്പ് ഒറ്റയ്ക്കാണ്, എൻ്റെ പോക്ക് ഒറ്റയ്ക്കാണ്. സ്തോത്രം. എൻ്റെ ജീവിതം ഒറ്റയ്ക്കാണ്. ഞാൻ ഒറ്റയ്ക്കാണെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ കള്ളം അല്ല, പച്ചക്കള്ളം. അത് കള്ളമല്ല, അത് പച്ചക്കള്ളം. കാരണം നിന്റെ ഹൃദയ കണ്ണു തുറന്നാൽ നിനക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. അപ്പച്ചൻ്റെ വലിയ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. യഹോവ ഷമ്മ നിന്നോട് കൂടെ ഇരിക്കുന്നു. ദൈവം നിന്നോട് കൂടെയുണ്ട്. USSR വളരെ ശക്തമായി സഭയ്ക്കെതിരെ പീഡ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. സ്തോത്രം. അങ്ങനെ പീഡിപ്പിക്കുമ്പോൾ പഴയ USSR, യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, പഴയ USSR, ഇന്ന് റഷ്യയാണ് അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. സ്തോത്രം. USSR അലക്സാണ്ടർ എന്ന് പേരുള്ളതായ ഒരു ദൈവദാസനുണ്ടായിരുന്നു. പഴയ USSRന്റെ വിവിധ സ്ഥലങ്ങളിൽ അണ്ടർഗ്രൗണ്ട് ചർച്ചസ് തനിക്കുണ്ടായിരുന്നു. 10,000-കണക്കിന് ആൾക്കാരെ ആത്മീയമായി പണിതെടുക്കുവാൻ ദൈവം അദ്ദേഹത്തെ ശക്തമായി ഉപയോഗിക്കുകയുണ്ടായി. എന്നാൽ സ്തോത്രം KGB എന്ന അന്നത്തെ സ്തോത്രം അതേ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെതായ രഹസ്യ പോലീസ് KGB ഈ അലക്സാണ്ടറിനെ അറസ്റ്റ് ചെയ്തു. ശൈത്യത്താൽ നിറഞ്ഞിരുന്ന ശൈത്യ ഭൂമിയായ നോർത്തേൺ സൈബീരിയയിൽ ഒരു ജയിലിൽ കൊണ്ടുചെന്ന് ഇദ്ദേഹത്തെ ഇട്ടു. സാധാരണ നിലയിൽ അങ്ങനെ ആ സ്ഥാനത്തേക്ക് നാട് കടത്തിയാൽ ഒരാളും സ്തോത്രം ജീവനോടെ മടങ്ങി വരത്തില്ല. ആ ജയിലിൽ കിടന്ന് പുതപ്പ് പോലും ഇല്ലാതെ, മറ്റേതെങ്കിലും ഹീറ്റിംഗ് സംവിധാനമില്ലാതെ നൂറുകണക്കിന് ആൾക്കാർ അവിടെ കിടന്ന് മരണമടഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യനും സ്തോത്രം അവിടെ കിടന്ന് മരിക്കുമെന്ന് പറഞ്ഞ് KGB ഉദ്യോഗസ്ഥന്മാർ ഒരു റൂമിലേക്ക് വലിച്ചെറിഞ്ഞ. താൻ ഒറ്റയ്ക്കാണ്. അതിഭയങ്കരമായ മഞ്ഞ് വീഴ്ചയുണ്ട്. തണുപ്പിത കൂടി വരുന്നു. തൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, തൻ്റെ സാക്ഷ്യത്തിൽ, തൻ്റെ ശബ്ദത്തിൽ പറഞ്ഞത്, തൻ്റെ ശരീരത്തിൻ്റെ സ്തോത്രം രക്തഓട്ടം നിലയ്ക്കുന്നത് പോലെ തനിക്ക് തോന്നി. കാരണം അത്ര ഭയങ്കരമായ സ്തോത്രം ശൈത്യം കൂടിയിരിക്കുന്നു. എന്നാൽ മനസ്സിലാക്കണമേ, കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൂട്ടായ്മ എന്ന് പറയുന്നത് ഈ കാണുന്നതായ 4 ചുവരിനകത്തുള്ളത് മാത്രമല്ല. കൂട്ടായ്മ എന്ന് പറയുന്നത് ആത്മീയമാണ്. കൂട്ടായ്മ എന്ന് പറയുന്നത് കാണുന്ന മണ്ഡലത്തിൽ മാത്രമല്ല, കാണാത്ത മണ്ഡലത്തിലും വിലയേറിയതാണ് കൂട്ടായ്മ. ആ ദിവസം ഈ ദേവദാസൻ മരിക്കുമെന്ന് പറഞ്ഞ് താങ്ങാൻ കഴിയാത്ത ശൈത്യത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ തൻ്റെ സ്പിരിച്വൽ സ്തോത്രം, തൻ്റെ ആത്മീയ കൂട്ടായ്മയിലായിരിക്കുന്ന പലർക്ക് കർത്താവ് ഭയങ്കര ബേർഡൻ കൊടുത്തു. പല അമ്മമാർ പറഞ്ഞു, ഇന്ന് അലക്സാണ്ടറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പല സഹോദരിമാർ പറഞ്ഞു, ഇന്ന് അലക്സാണ്ടറിന് വേണ്ടി പ്രാർത്ഥിക്കണം. ചില സഹോദരന്മാർ വന്നിട്ട് പറഞ്ഞു, അതെ, ഇന്ന് സഹോദരൻ അലക്സാണ്ടറിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഒരു പ്രദേശത്തോ ഒരു ഗ്രാമത്തോ ഉള്ളവരല്ല, ആ രാജ്യത്തിന്റെ വിവിധ കോണിലായിരുന്നവർക്ക് ഒരേപോലെ ഒരു ആശയം, ഒരേപോലെ ഒരു ചിന്ത വരുന്നു. ഇന്ന് അലക്സാണ്ടറിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. മനസ്സിലാക്കണമേ, സഭയുടെ നിയന്ത്രണം ഇന്നും ഏറ്റെടുത്തിരിക്കുന്നത് വാട്സപ്പോ ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയയോ അല്ല, ക്രിസ്തുവിനെ മരിച്ചു ഉയർപ്പിച്ച തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവത്രേ.
ദ ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്റർ സോഷ്യൽ മീഡിയ അല്ല, ഏറ്റവും ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്റർ പരിശുദ്ധാത്മാവാണ്. ആ ദിവസം 100 കണക്കിന് ജനം പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ഈ ദൈവത്തിന്റെ ദാസനം പ്രാർത്ഥിപ്പാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞത്, അതുവരെയും ആ ജയിലിലായതുകൊണ്ട് ഞാൻ സ്തോത്രം മൗനമായി പ്രാർത്ഥിച്ചു, പക്ഷേ അന്ന് താൻ നിലവിളിച്ചു പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ഓ കമോൺ, അന്ന് എങ്ങനെ പ്രാർത്ഥിച്ചെന്നാ ഞാൻ പറഞ്ഞത്? നിലവിളിച്ചു പ്രാർത്ഥിപ്പാൻ തുടങ്ങി. നിലവിളിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കണ്ട. നിലവിളിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട. നിങ്ങൾ പലരും നിലവിളിച്ചതാണ്, നിങ്ങൾ പലരും വാവിട്ടും നിലവിളിച്ചതാണ്. അതുകൊണ്ടാണ് മണ്ണിന് അടിയിലിരിക്കാതെ ജീവനുള്ള ദേശത്ത് ഇന്ന് പകരം സ്തോത്രം ജീവനോടെ ദൈവത്തെ ആരാധിക്കുന്നത്. ആ സന്ധ്യാസമയത്ത് അതിശക്തമായ ശൈത്യമിത വർദ്ധിച്ചു വരുമ്പോൾ ആ ദൈവത്തിന്റെ ദാസൻ മുട്ടുമടക്കി ദൈവത്തിന് മുൻപിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ തുറന്ന വിൻഡോയിലൂടെ അതുവരെ അടിച്ചിരുന്നതായ അതികഠിനമായ ശൈത്യമായ കാറ്റ് നിന്ന് അദ്ദേഹം തന്നെ പറയുന്നു, അന്തരീക്ഷത്തിന്റെ ഊഷ്മാവ് സ്തോത്രം വർദ്ധിച്ചു. ആരോ തന്നെ ചേർത്ത് പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നി, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ. ഞാൻ ആവർത്തിക്കട്ടെ, അലക്സാണ്ടർ തൻ്റെ ശബ്ദത്തിൽ ഞാൻ സ്തോത്രം കേട്ട സാക്ഷ്യം, ഒരമ്മ തന്നെ ചേർത്ത് പിടിക്കുന്നത് പോലെ ഒരമ്മയുടെ സ്പർശനം. ഓ, ഏതോ ഒരു നല്ല ചൂടേറിയ നിശ്വാസം, ഒരു ഫ്രണ്ടിന്റെ ടച്ച്, ഒരു വശത്തെ സ്നേഹിതന്റെ സ്പർശനം, മറുവശത്ത് അമ്മയുടെ കരുതൽ. ഒരു വശത്തെ സ്നേഹിതന്റെ സ്പർശനം, മറുവശത്ത് അമ്മയുടെ കരുതൽ. ഓ, തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണോ നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഇന്ന് പകൽ മുതൽ, ഈ ഫാദേഴ്സ് ഡേക്ക് ഇന്ന് പകൽ മുതൽ ഹല്ലേലൂയ ചേർത്ത് പിടിക്കുന്ന ഇമ്മാനുവേലിന്റെ സ്പർശനം ദൈവകൃപയാൽ വെളിപ്പെടട്ടെ. അദ്ദേഹം പറഞ്ഞു, അന്ന് മുതൽ ക്ലൈമറ്റ് മാറി. പിന്നെ ആ തണുപ്പ് ഞാൻ അനുഭവിച്ചില്ല. പകലാകട്ടെ, രാത്രിയാകട്ടെ, സന്ധ്യയ്ക്കാകട്ടെ, രാവിലെ സമയമാകട്ടെ, അതികഠിനമായ ശൈത്യം ഞാൻ അനുഭവിച്ചതേയില്ല. ഞാൻ മരിച്ചു കാണുമെന്ന് പറഞ്ഞ് ഏകദേശം 10 ദിവസങ്ങൾക്ക് ശേഷം KGB ഉദ്യോഗസ്ഥന്മാർ കടന്നു വന്നപ്പോൾ ഒരു കുഴപ്പമില്ല. ഭക്ഷണം കൊടുത്തിട്ടില്ല. പക്ഷേ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും തൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടില്ല. ഊഷ്മാവ് സാധാരണ നിലയിലായിരിക്കുന്നു. ഏത് ഹീറ്റിംഗ് അപ്പാരറ്റസ് ഒക്കെ ഉള്ളതായ ചൂടേറിയ സംവിധാനങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഊഷ്മാവ് എങ്ങനെയായിരിക്കുന്നു, അതുപോലെ ഈ മനുഷ്യനായിരിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർക്ക്, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്, KGBക്കാർക്ക് വിശ്വസിക്കാൻ വയ്യ. ഡോക്ടറെ കൊണ്ടുവന്നു. ആ ഡോക്ടറെ കൊണ്ടുവന്നിട്ട് ഈ പ്രകാരം പറഞ്ഞു, സ്തോത്രം. ആ ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു, ഇത് നാച്ചുറൽ അല്ല, ഇത് സൂപ്പർ നാച്ചുറൽ ആണ്. ഞാൻ പറയട്ടെ, ഇത് നാച്ചുറൽ അല്ല, ഇത് സൂപ്പർ നാച്ചുറൽ ആണ്. ഇത് നാച്ചുറൽ അല്ല, ഇത് സൂപ്പർ നാച്ചുറൽ. കൈയടിച്ചവരാകട്ടെ, കൈയടിക്കാത്തവരാകട്ടെ, നിന്റെ ലൈഫ് നാച്ചുറൽ അല്ല, നിന്റെ ലൈഫ് സൂപ്പർ നാച്ചുറൽ ആണ്. നിന്റെ ബിസിനസ്സിൽ നിന്നോട് കൂടെ ഇറങ്ങി നിൽക്കുന്നവൻ, നിന്റെ ജോലിയിൽ നിന്നോട് കൂടെ ഇറങ്ങി നിൽക്കുന്നവൻ, നിന്റെ വീടിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നിന്നോട് കൂടെ ഇറങ്ങി നിൽക്കുന്നവൻ, സ്തോത്രം, അവൻ നീ അനാഥനാകാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. യേശയ്യാ 43:2. നീ നദികളിലൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. എസെക്കിയേൽ 48:35 അവന്റെ പേര് യഹോവ ശമ. യെശയ്യാ 7:14 അവന്റെ പേര് ഇമ്മാനുവേൽ. മത്തായി 1:22 ആവർത്തിച്ച് പറയുന്നു, വീണ്ടും ദൈവം നമ്മോട് കൂടെ എന്ന ഇമ്മാനുവേൽ. നീ അനാഥനല്ല, നിനക്ക് ലോൺലിയായിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകലും നിന്റെ ഹൃദയ കണ്ണ് തുറക്കുന്നെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒറ്റയ്ക്കല്ല. യഹൂദ ഗോത്രത്തിലെ സിംഹം എന്നോടൊപ്പം ഈ പ്ലാറ്റ്ഫോമിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് നിനക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഓ, സ്വർഗസ്ഥനായ പിതാവ്, അവൻ അനാഥരുടെ പിതാവ്. കമാൻ, 2 കരങ്ങളെ അടിച്ച് ജനം ദൈവത്തെ സ്തുതിച്ചാട്ടെ. 2 കൊരിന്ത്യർ 1:3 പറയുന്നു, ഈസ് എ ഫാദർ ഓഫ് ഓൾ കംഫർട്സ്. അവൻ സ്തോത്രം, അതെ, ആശ്വാസങ്ങളുടെ പിതാവ്. അവൻ സർവ്വ ആശ്വാസങ്ങളുടെ പിതാവ്. നിന്റെ ആത്മാവിനെ അവൻ ആശ്വസിപ്പിക്കുന്നു. മത്തായി 11:28-29 വാക്യങ്ങൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. ഒരിക്കൽ കൂടെ, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. നിന്റെ ആത്മാവിനെ ആശ്വസിപ്പിക്കുന്നവൻ. 147 സങ്കീർത്തനം 3 വാക്യം, നിന്റെ തകർന്ന മനസ്സിനെ ആശ്വസിപ്പിക്കുന്നവൻ. 103 സങ്കീർത്തനം
വാക്യത്തിന് 2 വാക്യം, നിന്റെ ശരീരത്തെ സൗഖ്യമാക്കി ആശ്വസിപ്പിക്കുന്നവൻ. സംഭവിക്കട്ടെ സഹോദരങ്ങളെ, ഒരു കംപ്ലീറ്റ് പാക്കേജായി ഇന്ന് പകൽ ഈ വചനം പെയ്തിറങ്ങുന്നതായ മഞ്ഞു പോലെ, മഴ പോലെ ഈ ജനത്തിന്മേൽ വ്യാപരിക്കുമ്പോൾ ആത്മാവിൽ ആശ്വാസം, പ്രാണനിൽ ആശ്വാസം, ശരീരത്തിൽ ആശ്വാസം. കാരണം ദൈവം ആശ്വാസം കെടുത്തുന്നവനല്ല, അപ്പനെ പോലെ അവൻ നിന്നെ ആശ്വസിപ്പിക്കുന്നവനത്രേ. അവൻ ആശ്വാസങ്ങളുടെ പിതാവ്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ തിരമാലകളോ കൊടുങ്കാറ്റുകളിലൂടെ കടന്നു വന്നു എങ്കിൽ, മനുഷ്യൻ നിന്റെ ആശ്വാസം കെടുത്തിയെങ്കിൽ, സാത്താൻ നിന്റെ ആശ്വാസം കെടുത്തിയെങ്കിൽ, ദൈവം നിന്നെ ആശ്വസിപ്പിക്കുന്നവനാണ്. അവൻ ആശ്വാസങ്ങളുടെ പിതാവ്. ഏത് പുസ്തകം പറയുന്നു? ഹി ഈസ് ദ ഫാദർ ഓഫ് ഗ്ലോറി. അവൻ മഹത്വത്തിന്റെ പിതാവ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം, അവൻ മഹത്വത്തിന്റെ പിതാവ്. പറഞ്ഞാട്ടെ, മഹത്വങ്ങളുടെ പിതാവ്, മഹത്വങ്ങളുടെ പിതാവ്, മഹത്വത്തിന്റെ പിതാവ്. ആ മഹത്വം പുറത്തല്ല. മോശയോട് ചോദിച്ചാൽ മോശ പറയും മഹത്വം മുൾപ്പടർപ്പിലാണ്. മോശ വീണ്ടും പറയും മഹത്വം മലയുടെ മണ്ടയ്ക്കാണ്. സ്തോത്രം. മോശ വീണ്ടും പറയും മഹത്വം സമാഗമന കൂടാരത്തിലാണ്. ഇസ്രായേൽ ജനം പറയും മഹത്വം പുറത്താണ്. ശലോമോൻ പറയും മഹത്വം ദേവാലയത്തിലാണ്. പഴയ നിയമത്തിൽ മഹത്വം പുറത്താണ്. എന്നാൽ പുതിയ നിയമത്തിലായിരിക്കുന്ന നമുക്ക് പറയാൻ കഴിയും. കൊലോസ്യർ 1:27, ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഈസ് ഇൻ യു. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിന്റെ അകത്താണ്. മഹത്വം നിന്റെ അകത്താണ്. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ അകത്താണ്. നിനക്ക് ചെയ്യാൻ കഴിയാത്തത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കർത്താവ് നിന്റെ ഉള്ളിലിരിക്കുന്നു. എല്ലാ കുട്ടികളെ നോക്കി പറയട്ടെ, നിന്റെ എബിലിറ്റി കുറവായിരിക്കാം, പക്ഷേ നിന്റെ ഡിസബിലിറ്റിയെ എബിലിറ്റിയാക്കി തീർക്കുവാൻ കഴിവുള്ള മഹത്വത്തിന്റെ കർത്താവ് നിന്റെ ഉള്ളിലിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ഇതാണ്, ഈ തുടർന്നുള്ള മാസങ്ങളിൽ കടന്നു വരുന്ന എക്സാമിനേഷനിൽ നിന്റെ മുഴുവൻ നിയന്ത്രണവും കർത്താവ് ഏറ്റെടുക്കട്ടെ. മഹത്വത്തിന്റെ ദൈവം ഏറ്റെടുക്കട്ടെ. നീയല്ല എക്സാം എഴുതേണ്ടത്, കർത്താവ് ഇറങ്ങി വന്ന് എഴുതട്ടെ. ഹല്ലേലൂയ. നിന്റെ കൈയല്ല ചലിക്കേണ്ടത്, അവന്റെ കൈ ചലിക്കട്ടെ. അപ്പോസ്തലൻ പറയുന്നത് പോലെ ഞാനല്ല അധ്വാനിച്ചത്, ദൈവ കൃപയത്ര എന്നോട് അധ്വാനിച്ചത്. ഐസിയിൽ നിൽക്കുന്ന ഡോക്ടർമാർക്ക്, ടെക്നോ പാർക്കിൽ ഇരിക്കുന്ന IT കൺസൾട്ടൻസ് ഇന്ന് പകൽക്കാലം കേൾക്കട്ടെ. മറ്റുള്ളവർ പറയട്ടെ, ഞങ്ങൾക്കില്ലാത്ത എന്തോ ഒന്ന് നിനക്കുണ്ട്. പറ, അവരോട് തിരിച്ചു പറ, നിങ്ങൾക്ക് പുറത്താണ്, പക്ഷെ എനിക്ക് നിങ്ങൾക്ക് പുറത്താണ്, എനിക്ക് അകത്താണ്. ദൈവ മഹത്വം എൻ്റെ ഉള്ളിലുണ്ട്. ഏത് പുസ്തകം പറയുന്നു? ഈസ് ദ ഫാദർ ഓഫ് റൈറ്റിയസ്നെസ്. അവൻ നീതിയുള്ള പിതാവ്. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 25-ാം വാക്യം, അവൻ നീതിയുള്ള പിതാവ്. മനുഷ്യൻ നിനക്ക് നീതി നിഷേധിച്ച് കാണും, ചർച്ച നിനക്ക് നീതി നിഷേധിച്ച് കാണും, സ്വന്തം കുടുംബാംഗങ്ങൾ പോലും നീതി നിഷേധിക്കുമ്പോൾ പിതാവായ ദൈവം അവൻ നീതിയുള്ള പിതാവാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായം 2-ാം വാക്യം, അവൻ നീതിയുള്ള രാജാവ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒറ്റ സെൻറ്റൻസ്, ഒരു പ്രസംഗമാണ്, പക്ഷേ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഞാൻ പറഞ്ഞു പോകട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിൽ വെച്ചാണ് യേശു അറസ്റ്റ് ചെയ്യപ്പെട്ടത്. യെരുശലേമിൽ വെച്ചാണ് യേശു അടിക്കപ്പെട്ടത്. യെരുശലേമിൽ വെച്ചാണ് യേശു ക്രൂശ് ചുമന്നത്. യെരുശലേമിൽ വെച്ചാണ് യേശു കൊല്ലപ്പെട്ടത്. യെരുശലേമിൽ ആണ് അവനെ അടക്കിയത്. പക്ഷേ അതേ യെരുശലേമിലാണ് അവൻ രാജാവായി വീണ്ടും വരുന്നത്. അതാണ് ദൈവത്തിൻ്റെ നീതി. അതാണ് ദൈവത്തിൻ്റെ നീതി. എന്തോ മനസ്സിലായി? എവിടെയാണോ നീ തകർന്നത്, എവിടെയാണോ മറ്റുള്ളവർ വാടകോരിയത്, എവിടെയാണോ നിന്നെ പരിഹസിച്ചത്, എവിടെയാണോ അപഹാസ്യം ചെയ്തത്, എവിടെയാണോ നിന്റെ ഹൃദയത്തെ തകർത്തത്, എവിടെയാണോ നിന്നെ മുടിച്ചു കളഞ്ഞത്, അവരുടെ മുൻപിൽ നീതിയുടെ പിതാവ് പറയുന്നു, അവരുടെ മുൻപിൽ നിന്നെ മാനിപ്പാൻ സമയമായിരിക്കുന്നു. അവരുടെ മുൻപിൽ ദൈവം തന്നെ മാനിപ്പാൻ സമയമായിരിക്കുന്ന. സന്തോഷമുണ്ടെങ്കിൽ ചുറ്റുമിരിക്കുന്ന 3 പേരുടെ തോളിൽ തൊട്ടെന്ന് പറഞ്ഞാട്ടെ, എൻ്റെ സീസൺ മാറുകയാണ്. പെട്ടെന്ന് പറ, എൻ്റെ സീസൺ മാറുകയാണ്, എൻ്റെ സീസൺ മാറുകയാണ്. നിൻ്റെ ഓഫീസിൽ നിൻ്റെ സീസൺ മാറുന്നു, നിൻ്റെ ശുശ്രൂഷയിൽ നിൻ്റെ സീസൺ മാറുന്നു. വൈ? ബിക്കോസ് ഹി ഈസ് എ ഫാദർ ഓഫ് റൈറ്റിയസ്നെസ്. അവൻ സ്തോത്രം, അതെ, അവൻ എന്തോ പിതാവ്, അവൻ നീതിയുള്ള പിതാവ്. ഫാദർ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. റോമാലേഖനം 15:5 പറയുന്നു, പിതാവായ ദൈവം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പിതാവ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പിതാവ്. റോമർ 15:5 കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പിതാവ്. 2 കൊരിന്ത്യർ 1:2, കൊലോസ്യ ലേഖനം 1:3, 1 പത്രോസ് 1:3 ആവർത്തിച്ച് പറയാം. സ്തോത്രം. പിതാവായ ദൈവം അവൻ ആരാണ്? കർത്താവ് യേശുവിൻ്റെ പിതാവ്. അവനാണ് നിന്റെ പിതാവ്. അവനാണ് നിന്റെ പിതാവ്. അർത്ഥം, യേശുവിനെ എങ്ങനെയാണോ പിതാവായ ദൈവം അംഗീകരിച്ചിരിക്കുന്നത്, വേണ്ടേ?
ബാക്കി പറയാം. സ്തോത്രം. യേശുവിനെ പിതാവായ ദൈവം എങ്ങനെയാണോ അംഗീകരിച്ചിരിക്കുന്നത്, എക്സാക്ട്ലി അതേ വിധത്തിൽ ദൈവം നിന്നെ അംഗീകരിക്കുന്നു. അതേ വിധത്തിൽ ദൈവം നിന്നെ അംഗീകരിക്കുന്നു. അംഗീകരിക്കാത്ത ലോകത്ത്, അംഗീകരിക്കാത്ത മനുഷ്യരുടെ നടുവിൽ ഒരുവൻ നിന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ആര്? ദൈവം നിന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ദൈവം നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഗ്യാരണ്ടി ഞാൻ പറയട്ടെ, ദൈവം നിന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് ദൈവം നിന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ദൈവം നിന്നെ റിജക്റ്റ് ചെയ്യത്തില്ല. മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്താൽ ഐ ലവ് യു എന്ന് പറയുന്നവർ 6 മാസം കഴിയുന്നതിന് മുമ്പ് ഐ ഹേറ്റ് യു എന്ന് പറയുന്നതായ ഈ കാലത്ത് ഒരിക്കൽ ദൈവം അംഗീകരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സ് മാറത്തില്ല. ദൈവം അംഗീകരിച്ചാൽ ദൈവം ഒരിക്കലും നിന്നെ തള്ളിക്കളയത്തില്ല. എന്നെ മുൻകുറിച്ചു ഇനി അവൻ കൈവിടുകയില്ല. കൂടെ കൂടെ നമ്മൾ പാടുകയാണ്, ഒരിക്കൽ ദൈവം നിന്നെ അംഗീകരിച്ചാൽ ദൈവം നിന്നെ കൈവിടുകയില്ല. മാത്രമല്ല, ദൈവം നിന്നെ അംഗീകരിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് നിന്നെ അംഗീകരിക്കാതിരിക്കാൻ കഴിയത്തില്ല. കേട്ടോ? സ്തോത്രം. ദൈവം വൺസ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. ദൈവം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മനുഷ്യർക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ് 1991 ഞാൻ വളരെ താഴ്മയുടെ അനുഭവം പറയട്ടെ. സ്തോത്രം. 91 മാർച്ച് മാസം എൻ്റെ ബാച്ചിലേഴ്സ് കഴിഞ്ഞു. സ്തോത്രം. ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങിയാണ്. ചെന്നൈ ഒരു വലിയ ചർച്ചിൽ വെച്ച്, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് ചർച്ചിൽ വെച്ച് എല്ലാ പാസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് നടക്കുകയാണ്. ഇന്ത്യ മാത്രമല്ല, സ്തോത്രം, ശ്രീലങ്ക, ബർമ, ഭൂട്ടാൻ, സൗത്ത് ഏഷ്യയിലുള്ള പല രാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആണ്. പിന്നെ അങ്ങനെ ഒരു ഈവൻ്റ് നടന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. 1991 മാർച്ച് മാസം 2ാമത്തെ ആഴ്ച ലോറൻ ഓ ട്രിപ്ലെറ്റ് എന്ന് പേരുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ വേൾഡ് റിനോണ്ടായ ഒരു കോൺഫറൻസ് സ്പീക്കറാണ് ആ മീറ്റിങ്ങിന് സ്തോത്രം കടന്നു വരുന്നത്. ഏതോ ഒരു പാസ്റ്ററിനോട് പറഞ്ഞു, ഭയങ്കര പ്രാസിംഗിനാണ്, നീ വരുന്നെങ്കിൽ അനുഗ്രഹമായിരിക്കും. ഓക്കെ, സ്തോത്രം. എൻ്റെ ചെറിയ പ്രായം ഇപ്പോഴും അങ്ങനെയാണ്. സ്തോത്രം. അതെ. സോ അങ്ങനെ ആ മീറ്റിങ്ങിന് 2 കാത്തിരിപ്പ് യോഗം എന്ന് പറയും, സ്പെഷ്യൽ മീറ്റിംഗ്. ആ 2 മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ട് ആ മീറ്റിങ്ങിന് വേണ്ടി കടന്നുപോയി. 2 മീറ്റിംഗ് അടുത്ത ആഴ്ചകളിലേക്ക് മാറ്റി വെച്ചിട്ട് ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുവാൻ വേണ്ടി കടന്നുപോയി. അവിടെ ക്യൂ ആയി പാസ്റ്റേഴ്സ് നിൽക്കുന്ന രജിസ്ട്രേഷൻ നടക്കുകയാണ്. ഞാനിങ്ങനെ മുൻപിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ആ രജിസ്ട്രേഷൻ കൗണ്ടറിലോട് ചോദിക്കും, എവിടെയാണ് ശുശ്രൂഷിക്കുന്നത്, നിങ്ങളുടെ ചർച്ച എന്താണ്, സ്തോത്രമേ എന്ന ഡീറ്റെയിൽ കൊടുക്കണം. അപ്പോൾ അന്നും എനിക്ക് തോന്നുന്ന ഇന്നും നമുക്ക് ചർച്ചസ് ഇല്ല. സ്തോത്രം. സോ അപ്പോൾ അന്ന് ഇതുപോലെ ചർച്ചും പരിപാടികൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, നോ, എനിക്ക് ചർച്ചില്ല. ഉടനെ ആ സഹോദരന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ മീറ്റിംഗ് പങ്കെടുക്കാൻ കഴിയത്തില്ല. എനിക്ക് വല്ലാത്ത വിഷമായി. നമ്മൾ ഈച്ച കുറുകെ പറഞ്ഞാൽ 7 ദിവസം ഫ്ലാറ്റാകുന്ന ഒരു ലോല ഹൃദയമുള്ളതിനായി സ്തോത്രം. മനുഷ്യൻ്റെ മുൻപിലല്ല, ദൈവത്തിൻ്റെ മുൻപിൽ. ഞാനൊരു കാര്യം പറയട്ടെ, മനുഷ്യൻ്റെ മുൻപിൽ കരയല്ല, ദൈവത്തിൻ്റെ മുൻപിൽ കരയാതിരിക്കരുത്. മനുഷ്യൻ്റെ മുൻപിൽ കരയല്ല, തീരുമാനിക്കുക. മനുഷ്യൻ്റെ മുൻപിൽ ഞാൻ കരയത്തില്ല, ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ കരയാതിരിക്കത്തുമില്ല. ദൈവത്തിൻ്റെ മുൻപിൽ കരഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ മുൻപിൽ കരയുവാൻ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ഹൃദയം തകർന്ന് തിരിഞ്ഞ് നടന്ന് പുറത്തേക്ക് വന്ന് ആ ഗേറ്റിന് അരികിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ആരണ്ട് ശബ്ദമുയർത്തി ഇങ്ങനെ വിളിക്കുകയാണ്, ബ്രദർ ബ്രദർ. തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ഒരാളുടെ കൈ എൻ്റെ മേൽ വന്ന് പതിച്ചു. പാസ്റ്റർ അബ്രഹാം തോമസ് എന്ന് പറയും, പാസ്റ്റർ KC ആൻഡ്രൂസിൻ്റെ മകൻ. നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം ആരെന്ന് അറിയുന്നത്. അദ്ദേഹം തമിഴ്നാടിൻ്റെ അന്നും ഇന്നും വലിയൊരു ലീഡറാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ അവർ തിരിച്ചയക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ആ ടെറസിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളെ ഈ മീറ്റിങ്ങിന് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചയക്കുന്നത് കണ്ടു. പക്ഷെ പരിശുദ്ധാത്മാ പറഞ്ഞു, അദ്ദേഹം തിരിച്ചു പോകേണ്ട വ്യക്തിയല്ല, ഹീസ് ആൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. അവനൊരു പ്രധാനപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് ഈ കോൺഫറൻസിന് അവനെ വിളിച്ചിരുത്ത്. പാസ്റ്റർ അബ്രഹാം തോമസ് അന്നും ഇൻഫ്ലുവൻസ് ഉള്ള ഫോർ ഫ്രണ്ട് ലീഡറാണ്. അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധാത്മാ പറയുന്നു ഈ മീറ്റിങ്ങിന് സ്തോത്രം നീ വന്നിരിക്കണം. എൻ്റെ ക്ലാസ്സിലെ എപ്പോഴും ഉള്ളതായ സീറ്റാണ് 2ാമത്തെ റോ 1ാമത്തെ സീറ്റ്. 2ാമത്തെ റോ 1ാമത്തെ സീറ്റ്. അദ്ദേഹം ഓഡിറ്റോറിയത്തേക്ക് എന്നെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, എവിടെ വേണമെങ്കിലും ഇരിക്കുക. ഞാൻ പാസ്റ്റർ നന്ദി പറഞ്ഞ് 2ാമത്തെ റോ 1ാമത്തെ സീറ്റിൽ ഇരുന്നു. 3 ദിവസം അനുഗ്രഹിക്കപ്പെട്ട കോൺഫറൻസ് കഴിഞ്ഞു. നാളുകൾ പലത് കഴിഞ്ഞു. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സ്തോത്രം. അതേ തമിഴ്നാടിൽ ഏറ്റവും കുറഞ്ഞത് 7 പ്രാവശ്യം അവർ യൂത്ത് മീറ്റിങ്ങിന് പ്രസംഗിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകി. 100 കണക്കിനല്ല,
നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന് യങ്സ്റ്റേഴ്സ് ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി കണ്ണുനീരോടെ തീരുമാനിക്കുന്നത് സ്തോത്രം ദൈവകൃപയാൽ അതേ ഞങ്ങൾ കാണുകയുണ്ടായി. ഇന്ന് നിങ്ങൾക്ക് കന്യാകുമാരി മുതൽ ഹോസൂർ വരെ കടന്നു പോകുമ്പോൾ യങ് പാസ്റ്റേഴ്സിന് ഈ പ്രകാരം പ്രബന്ധം കൊണ്ട് കഴിയും. ഇന്ന ക്യാമ്പിൽ വെച്ച് ബ്രദർ സുരേഷ് ബാബു വന്ന് പ്രസംഗിച്ചു, ഇന്ന മീറ്റിങ്ങിന് ബ്രദർ സുരേഷ് ബാബുവിൻ്റെ മീറ്റിംഗ് ഞങ്ങൾ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി തീരുമാനിച്ചു, ഇന്ന മീറ്റിങ്ങിൽ ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു, ഇന്ന മീറ്റിങ്ങിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ അഭിഷേകത്തിലേക്ക് നടത്തപ്പെട്ടു. അവൻ നീതിയുള്ള പിതാവ്. ആരാണോ നിന്നെ ചവിട്ടി താഴ്ത്തുന്നത്, ആരാണോ നിനക്കെതിരെ സ്തോത്രമതെ സംസാരിക്കുന്നത്, കമാൻ, അവിടെ മുൻപിൽ നിന്റെ ശവപ്പെട്ടി വെക്കാം നല്ല ദൈവം പറയുന്നത്, ശത്രുക്കളുടെ മുൻപിൽ മേശ ഒരുക്കുന്നതായ നീതിയുള്ള പിതാവ്. വേദപുസ്തകം പറയുന്നു സ്തോത്രം, ഈസ് ദ ഫാദർ ഓഫ് ഇസ്രായേൽ. അതേ യിരെമ്യാ പ്രവചനം 31:9 വായിക്കുമ്പോൾ അവൻ ഇസ്രായേലിന്റെ പിതാവ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ആരാണ് അവൻ? ഇസ്രായേലിന്റെ പിതാവ്. ഒരിക്കൽ കൂടെ, അവൻ ഇസ്രായേലിന്റെ പിതാവ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ് ഇസ്രായേൽ. JFK ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൽ 2 ദിവസം മുമ്പ് ഞാൻ ചെക്ക് ഇൻ ചെയ്ത് കയറുമ്പോൾ മറുവശത്ത് യെരുശലേമിലെ എലാൽ ഫ്ലൈറ്റ് അതേ ചെക്ക് ഇൻ ചെയ്ത് നൂറുകണക്കിന് യഹൂദന്മാർ കയറുകയാണ്. യഹൂദന്മാരെ കണ്ടാൽ ഞാൻ വെറുതെ വിടത്തില്ല. സ്തോത്രം. അതെ, യഹൂദൻ ഒരു അപ്പച്ചനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, the most blessed people on this planet earth are Jewish people. സ്തോത്രം. ഏറ്റവും അധികമായി അനുഗ്രഹിക്കപ്പെട്ടവർ യഹൂദന്മാരാണ്. അദ്ദേഹത്തിന്റെ കണ്ണിലൊരു തിളക്കം, 2 കൈയും താൻ ഇങ്ങനെ ഉയർത്തി താൻ പറഞ്ഞു, ദൈവം നിമിത്തം ഫാദർ ഓഫ് ഇസ്രായേൽ. ഓ, ഇസ്രായേലിന്റെ പിതാവ്. അവൻ അനുഗ്രഹിക്കുന്നവനാണ്. ഇന്ന് പകൽക്കാലം സകല ശാപങ്ങൾക്ക് പോകാം. ബബായ്. വംശശാപം, കുടുംബ ശാപം, ജാതി ശാപം, ജാതക ശാപം, അതേ നക്ഷത്ര ശാപം, ചൊവ്വ ദോഷം, വെള്ളി ദോഷം, അതേ ശനി ദോഷം, പോകാം. ബബായ്. സകല ശാപം ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കാരണം അവൻ ശാപത്തിന്റെ ദൈവമല്ല, അവൻ അനുഗ്രഹത്തിന്റെ ദൈവം. മലാക്കി പ്രവചനം 4-ാം അധ്യായം അവസാനം നിങ്ങൾ വായിച്ചു വരുമ്പോൾ പഴയ നിയമം അവസാനിക്കുന്നത് ശാപത്തോടെയാണ്. എന്നാൽ പുതിയ നിയമം ആരംഭിക്കുന്നത് അനുഗ്രഹത്തോടെയാണ്. കാരണം എന്ത്? യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന അവൻ നമ്മുടെ ശാപം മുഴുവൻ ക്രൂശിന്മേൽ ഏറ്റെടുത്തു. വീട്ടിൽ പോയി വായിച്ചു നോക്കാം. മലാക്കി 4 നിങ്ങൾ വായിക്കുമ്പോൾ അത് ശാപം പറഞ്ഞ് സ്തോത്രം നാശം പറഞ്ഞു നിൽക്കുമ്പോൾ ഗലാത്യർ 3:13 പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. യേശു ആ ശാപത്തെ ഏറ്റെടുത്തു. ഇസ്രായേലിന്റെ പിതാവ്. അവൻ ശപിക്കുന്നവനല്ല, അവൻ അനുഗ്രഹിക്കുന്നവനാണ്. ഒരുത്തനും നിന്നെ നോക്കി ശാപം പറവാൻ കഴിയത്തില്ല. ഒരുവൾക്കും നിന്നെ നോക്കി നാശം പറവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടും, അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. നീ ഈ സമൂഹത്തിൽ, ഈ തലമുറയിൽ നീ വാലല്ല, നീ തലയത്രേ. നിന്നാൽ ഭൂമിയിലെ സകല ഗ്രഹവും അനുഗ്രഹിക്കപ്പെടും. കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 17:11 പറയുന്നു, ഈസ് എ ഹോളി ഫാദർ. അവൻ പരിശുദ്ധ പിതാവ്. എല്ലാവരും പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി, എന്തോ പിതാവാണ്? പരിശുദ്ധ പിതാവ്. എല്ലാവരും ഒന്ന് ചിരിച്ച മുഖത്തോട് പറഞ്ഞാട്ടെ, സ്തോത്രം. എന്തോ പിതാവാണ്? പരിശുദ്ധ. കഷായം കുടിച്ചതുപോലെ പറയാതെ എല്ലാവരും പറഞ്ഞാട്ടെ, ഫാദേഴ്സ് ഡേ, ഹാപ്പി ഫാദേഴ്സ് ഡേ. എല്ലാവരും പറഞ്ഞാട്ടെ, പരിശുദ്ധ പിതാവ്. പരിശുദ്ധ പിതാവിന് പരിശുദ്ധ മക്കളെ ഉണ്ടാകത്തുള്ളൂ. പരിശുദ്ധ പിതാവിന് വിശുദ്ധിയുടെ മക്കളെ ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു മലയാളി മാതാപിതാക്കൾക്ക് ഒരിക്കലും കാശ്മീരി കുഞ്ഞ് ജനിക്കത്തില്ല. ഒരു തമിഴ്നാട്ടിലെ മാതാപിതാക്കൾക്ക് ഒരിക്കലും പഞ്ചാബി കുട്ടി, മറ്റേ ടൊമാറ്റോ വെച്ച് കെട്ടിയ പഞ്ചാബി കുട്ടി ജനിക്കത്തില്ല. മലയാളി മാതാപിതാക്കൾക്ക് മലയാളി കുട്ടിയെ ജനിക്കത്തുള്ളൂ. തമിഴ്നാട്ടിലെ മാതാപിതാക്കൾക്ക് തമിഴൻ കുട്ടിയെ ജനിക്കത്തുള്ളൂ. പരിശുദ്ധ പിതാവിന് പരിശുദ്ധ മക്കളെ, വിശുദ്ധിയുടെ മക്കളെ ഉണ്ടാകാൻ പാടുള്ളൂ. യേശുവിന്റെ രക്തത്താൽ അവൻ നിന്നെ വിശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ വചനത്താൽ അവൻ നിന്നെ വിശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ ആത്മാവിനാൽ അവൻ നിന്നെ വിശുദ്ധീകരിക്കുന്നു. എല്ലാ ഡ്രഗ്സിന്റെ അഡിക്ഷൻ വിട്ടുപോകട്ടെ. എല്ലാ പോർണോഗ്രഫി മാറിപ്പോകട്ടെ. എല്ലാ സിനിമ അഡിക്ഷൻ മാറിപ്പോകട്ടെ. എല്ലാ TV അഡിക്ഷൻ മാറിപ്പോകട്ടെ. എല്ലാ കമ്പ്യൂട്ടർ ഗെയിംസിന്റെ അഡിക്ഷൻ മാറിപ്പോകട്ടെ. എല്ലാ പാപത്തിന്റെ മുഖങ്ങളും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം തകരട്ടെ. എല്ലാ പാപ ചങ്ങലകളും ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന സ്വഭാവങ്ങൾ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. അവൻ പരിശുദ്ധ പിതാവ്.
ഹല്ലേലൂയ. അവൻ പരിശുദ്ധ പിതാവ്. അവസാനമായി ഞാൻ പറയട്ടെ, ഹെവൻലി ഫാദർ. മത്തായി സുവിശേഷം 6:9 വായിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ്. 12 അവസാനമായി ഞാൻ പറഞ്ഞത് സ്വർഗസ്ഥനായ പിതാവ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ പിതാവ്? സ്വർഗസ്ഥനായ പിതാവ്. ലോകത്തിലുള്ള ഈ ലോകത്തിലെ നിന്റെ പിതാവിന് പല കുഴപ്പങ്ങളുണ്ടായിരിക്കാം, എന്നാൽ സ്വർഗത്തിലെ അപ്പന് ഒരു കുഴപ്പവുമില്ല. പിതാവ് എന്ന് പറയുമ്പോൾ നിനക്ക് പലപ്പോഴും ഓർമ്മ വരുന്നത് നിന്റെ വീട്ടിലുള്ള ശകാരിക്കുന്ന അപ്പൻ, ശപിക്കുന്ന അപ്പൻ, ചെയ്യാത്ത കുറ്റത്തിന് പ്രാകുന്ന അപ്പൻ, തല്ലുന്ന അപ്പൻ. ലോകത്തിലുള്ള പല അപ്പന്മാർക്ക് പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പല കുറവുകളുണ്ടെങ്കിൽ, കുറവില്ലാത്തതായ സ്വർഗസ്ഥനായ പിതാവ്. ഒത്തിരി കുറവുകളായിരിക്കാം. അയ്യോ, ഒരുപക്ഷെ നീ പറയുന്നുണ്ടായിരിക്കും, അയ്യോ ബക്കിംഗ്ഹാം പാലസിൽ ജനിച്ച് വളർത്തപ്പെട്ടെങ്കിൽ എത്ര നന്നായിരുന്നു. നീ ഒരുപക്ഷെ വിചാരിക്കുമായിരിക്കും, സ്തോത്രം, ഡൊണാൾഡ് ട്രംപ് എൻ്റെ അപ്പനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, വൈറ്റ് ഹൗസിൽ കയറി ഇറങ്ങാമായിരുന്നു. കം ഓൺ, ഹല്ലേലൂയ. ഒരുപക്ഷെ അത് ഒരു ചോയ്സ് ദൈവം എങ്ങനെ വെച്ചിരുന്നെങ്കിൽ, ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് മക്കളെ നിൻ്റെ അപ്പൻ ആരെന്ന് തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പലരും പറഞ്ഞേനെ, അംബാനി ആയിരിക്കണം എൻ്റെ അപ്പൻ, കുറഞ്ഞ പക്ഷം അദാനിയാകണം എൻ്റെ അപ്പൻ. എന്നാൽ സ്തോത്രം, നിറവിൻ്റെ അപ്പൻ പറഞ്ഞു, എത്ര കുത്തുപാളയെടുത്ത വീട്ടിൽ നീ ജനിച്ചാലും, എത്ര ശാപം കുടികൊത്തി വാടുന്ന തറവാട്ടിൽ ജനിച്ചാലും, അവർ തരുന്നത് കുറവായിരിക്കാം, ഞാൻ തരുന്നത് നിറവായിരിക്കാം. നിന്റെ വീട്ടുകാരും നാട്ടുകാരും തരുന്നത് കുറവായിരിക്കും, ദൈവം തരുന്നത് നിറവായിരിക്കും. ഒരു സഹോദരനെ കുറിച്ച് മാസങ്ങൾ കൊണ്ട് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരുന്നു. ഒരു ഓസ്ട്രേലിയക്കാരനാണ്, നിക് വിജിസിക്. നിക് വിജിസിക് കേട്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. നിക്കിനെ കുറിച്ച്. ഹല്ലേലൂയ. അദ്ദേഹത്തിന് അപ്പനില്ല, അമ്മയില്ല എന്നല്ല ഞാൻ പറയാൻ വേണ്ടി വന്നത്. അദ്ദേഹത്തിന് അപ്പനുണ്ട്, അദ്ദേഹത്തിന് അമ്മയുണ്ട്, സ്തോത്രം. പക്ഷേ അദ്ദേഹത്തിന് കൈയില്ല, അദ്ദേഹത്തിന് കാലുകളില്ല. നിങ്ങൾ ഗൂഗിൾ ചെയ്തു നോക്ക് നിക്കിനെ കുറിച്ച്. അദ്ദേഹത്തിന് കൈയില്ല, അദ്ദേഹത്തിന് കാലില്ല. ഇന്ന് സഭായോഗത്തിന് ചിലർ വന്നത് തലവേദന കാരണമാണ്, ചിലർ വന്നത് വണ്ടിക്ക് കാറ്റില്ലാത്തത് കൊണ്ടാണ്. സ്തോത്രം. വേറെ ചിലർക്ക് വേറെ പല മുടന്ത ന്യായങ്ങൾ കാണാം. എന്നാൽ ഈ മനുഷ്യൻ സ്തോത്രം അമ്മയുടെ ഗർഭത്തിലായപ്പോൾ അപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞു, അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞാണ് ഈ ഉദരത്തിൽ കിടക്കുന്നത്. ഇവനെ പ്രസവിച്ചാൽ ഇവൻ നിങ്ങൾക്ക് ബേർഡനായിരിക്കും, അവനും ഒരു ഭാരമായിരിക്കും. അതുകൊണ്ട് ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും അബോർട്ട് ചെയ്ത് കളയണം. പക്ഷെ അവർ പറഞ്ഞു, നോ, ദൈവം തരുന്നത് തിന്മയല്ല. ദൈവം തിന്മയാണ് ജീവിതത്തിൽ പലത് തരുന്നെങ്കിലും ആ പാക്കറ്റ് കണ്ട് അതിനെ തട്ടിക്കളയല്ല. പാക്കറ്റ് റാപ്പർ മോശമായിരിക്കാം, പക്ഷെ അതിനകത്ത് ഒരു സർപ്രൈസ് ബ്ലെസ്സിങ് ഉണ്ടായിരിക്കാം. പാർസൽ വന്നപ്പോൾ ആ റാപ്പർ മോശമായിരിക്കാം, പക്ഷെ അതിനകത്ത് ഒരു സർപ്രൈസ് ഉണ്ട്. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ കൈയില്ല, കാലില്ല, സ്തോത്രം, ഒരു മാംസപിണ്ഡമാണ്. അദ്ദേഹത്തെ തൻ്റെ ശബ്ദത്തിൽ ഇങ്ങനെയാണ് താൻ പറഞ്ഞത്, 8ാമത്തെ വയസ്സിൽ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഹേ, ഇന്ന് പകൽക്കാലം ആയിരിക്കുന്നതായ ഏതോ കുഞ്ഞ് സ്തോത്രം ചിന്തിക്കുന്നു, ചത്താ മതി, ചത്താ മതി, ചത്താ മതി. ഇന്ന് പകൽക്കാലം നിന്നിൽ വ്യാപരിക്കുന്നതായ ആ മരണത്തിൻ്റെ ശക്തിയെ, ആത്മഹത്യ പിശാചിനെ അറബിക്കടലിലേക്ക് ഓടിക്കാനാണ് എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ നിയോഗം. ഹല്ലേലൂയ. 8ാമത്തെ വയസ്സിൽ ആ കുട്ടി പറഞ്ഞു, സ്തോത്രം, മോൻ പറഞ്ഞു, എനിക്ക് ആത്മഹത്യ ചെയ്താൽ മതി. 6 അടി സ്തോത്രം, അതെ, ഉള്ളതായ ആ 6 അടി ഉള്ളതായ വെള്ളത്തിൽ എങ്ങനെയെങ്കിലും വീണ് എനിക്ക് ആത്മഹത്യ ചെയ്താൽ മതി. പക്ഷെ ഞാൻ പറയട്ടെ, യേശു നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ പുതിയൊരു ചരിത്രമാണ് വരുന്നത്. യേശു വരുമ്പോൾ പഴയത് പോയി, ഇതാ സകലതും പുതുതാകുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ ഇന്ന് പകൽക്കാലം പുതിയ സൃഷ്ടി. പഴയത് പോകുന്നു, സകലതും പുതുതാകുന്നു. നിക്കിൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നു. യേശു വന്നതോടെ തൻ്റെ കുറവുകൾ നിറവുകളായി. ഇപ്പോഴും കൈയും കാലുമില്ല, പക്ഷേ ഏറ്റവും സ്തോത്രം, ഏറ്റവും ശക്തരായ മോട്ടിവേഷൻ സ്പീക്കേഴ്സിൽ ഒരാളായി ലോകം മുഴുവൻ താൻ സഞ്ചരിക്കുന്നു. 2008 PCNAC എന്ന നോർത്ത് അമേരിക്കൻ മലയാളി പെന്തക്കോസ്റ്റ് കോൺഫറൻസിന് നിക്ക് ആ പ്ലാറ്റ്ഫോമിലല്ല, പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ സ്തോത്രം ഒരു ടേബിളിൽ നിന്ന് താൻ പ്രസംഗിക്കുകയുണ്ടായി. നിക്ക് കൈയില്ല, കാലില്ല, പക്ഷെ കർത്താവുണ്ട്.
ഓ, നിങ്ങൾ കേട്ടില്ല. കൈയില്ല, കാലില്ല, പക്ഷെ കർത്താവുണ്ട്. കൈയില്ല, കാലില്ല, ആരുണ്ട്? പറ, കർത്താവുണ്ട്. 5 പേരെ തൊട്ട് പറ, കർത്താവുണ്ടോ ജീവിതം ജയിച്ചു. പെട്ടെന്ന് പറഞ്ഞേ, കർത്താവുണ്ടോ ജീവിതം ജയിച്ചു. കർത്താവുണ്ടോ ജീവിതം ജയിച്ചു. ഹല്ലേലൂയ. കാൽവരി ക്രൂശിന്മേൽ അവസാനത്തുള്ളി രക്തം വരെ നിനക്ക് വേണ്ടി ഊറ്റി നൽകിയ കർത്താവ് നിന്റെ ജീവിതത്തിലുണ്ടോ? വേറെ ഒന്നുമില്ലെങ്കിലും, വേറെ ഏതൊരു കാര്യമില്ലെങ്കിലും കർത്താവുണ്ടോ ജീവിതം ജയിച്ചു. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ഓപ്ര, വിൻഫ്രീ ഷോ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിൽ സ്തോത്രം, അതെ, വീക്ക് സ്തോത്രം പ്രധാന അതിഥിയായി പോയിട്ടുണ്ട്. കൈയില്ല, കാലില്ല, പക്ഷേ ജീവിതം ദൈവത്തിന്റെ കൃപയാൽ വിജയിക്കുകയുണ്ടായി. ഇന്ന് പകൽക്കാലം ആരോ പറയുന്നുണ്ടായിരിക്കാം, കർത്താവേ എനിക്ക് ഒന്നുമില്ല. സ്വർഗത്തിലെ അപ്പൻ പറയും, ഐ ആം യുവർ ഹെവൻലി ഫാദർ. ഈ എർത്തിലി റിലത്തിൽ നിനക്ക് പല കുറവുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ കുറവിൻ്റെ ദൈവമല്ല, ഞാൻ നിറവിൻ്റെ ദൈവമാണ്. ഈ ദൂത് പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻ്റെ കർത്താവ് ചില കുട്ടികളുടെ മുഖത്തെ എൻ്റെ മുൻപിൽ നൽകിയുണ്ടായി. തമ്പുരാൻ ഇന്ന് പകൽക്കാലം കുഞ്ഞുങ്ങളെ നോക്കി പറയും, നിന്റെ കൈ ഞാനായിരിക്കുക, നിന്റെ കൈ ഞാനായിരിക്കുക, നിന്റെ ബുദ്ധി ഞാനായിരിക്കുക, നിന്റെ ബുദ്ധി ഞാനായിരിക്കുക, നിന്റെ കാലുകൾ ഞാനായിരിക്കുക. യെസ് യെസ് യെസ്, നിന്റെ കാലുകൾ ഞാനായിരിക്കുക. ഓ ഹല്ലേലൂയ, നിനക്ക് പറക്കാൻ കഴുകൻ ചിറകുകൾ ഞാനായിരിക്കുക. ഓ, ആരാധിക്കേണ്ടവർ ആരാധിക്കട്ടെ. ശബ്ദമുയർത്തി വായ്കളെ തുറന്ന് കർത്താപ്പച്ചന്റെ മഹത്വം കൊടുത്താട്ടെ. ഹാപ്പി ഫാദേഴ്സ് ഡേ. കമാൺ, കരങ്ങൾ അടിച്ച്, കരങ്ങൾ അടിച്ച്, കരങ്ങൾ അടിച്ച്. നീ ഒരു ഡോക്ടറാണോ? നിന്റെ കൈ ദൈവമായിരിക്കുക. നീ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ അല്ല, നിന്റെ ഓപ്പറേഷൻ അല്ല, നിന്റെ വിരൽ തുമ്പകളിലൂടെ യഹോവ റാഫയുടെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുക. നിന്റെ കൈ ദൈവമായിരിക്കുക. ഉദ്യോഗാർത്ഥികളെ, നിന്റെ കൈ ദൈവമായിരിക്കുക. നീ ചെയ്യുന്നതൊക്കെയും സാധിക്കുക. നീ ബാച്ചിലേഴ്സ് ആയിരിക്കാം, മറ്റുള്ളവർക്ക് PhD ഡോക്ടറേറ്റ് ആയിരിക്കാം. അവർക്ക് കഴിയാത്തത് സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം നിന്നിലൂടെ ചെയ്തെടുക്കുക. ദൈവം നിന്റെ കൈയായിരിക്കുക, ദൈവം നിന്റെ കാലായിരിക്കുക, ദൈവം നിന്റെ കാലായിരിക്കും. മറ്റുള്ളവർ നടക്കുന്നത് സ്തോത്രം അവരുടെ വേഗതയിലായിരിക്കും, പക്ഷെ അവർ ഓടിയാലും എത്താത്ത രീതിയിൽ, ഞാൻ ആവർത്തിക്കുന്നു, അവർ ഓടിയാലും നിന്റെ കൂടെ എത്താൻ കഴിയാത്ത രീതിയിൽ സൂപ്പർ നാച്ചുറലി ക്ഷീണിക്കാത്ത നടപ്പിനായി, തളരാത്ത ഓട്ടത്തിനായി ദൈവം നിന്നെ ബലപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. ദൈവം നിന്റെ കൈയായിരിക്കും, ദൈവം നിന്റെ കാലായിരിക്കും. ആരോടാ ഞാൻ പ്രവചിക്കുന്നത്? ഇന്ന് പകൽക്കാലം ഏതോ സ്ഥാനങ്ങളിൽ നിനക്ക് എത്താൻ പറ്റത്തില്ല, എത്താൻ പറ്റത്തില്ല, അതങ്ങ് മേലെയാണ്. തമ്പുരാൻ പറയും, നോ, നിന്റെ ഗ്ലോറിക്കല്ല, എൻ്റെ ഗ്ലോറിക്ക്, നിന്റെ മഹത്വത്തിനല്ല, എൻ്റെ മഹത്വത്തിന് ഞാൻ കഴുകൻ ചിറകുകൾ നിന്നിൽ ഫിക്സ് ചെയ്ത്, കഴുകൻ ചിറക് കഴുകൻ ചിറകുകൾ നിനക്ക് ഫിക്സ് ചെയ്ത് അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവമായ കർത്താവ് നിന്നെ ഉയർത്തുവാൻ പോകുന്നു. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഓ, believe me today in the name of Jesus. ഞാൻ പറയട്ടെ, ഈസ്റ്റിൽ നിന്ന് ഈ അന്ത്യകാലത്ത് വലിയ വലിയ മഹത്വം ഉദിക്കാൻ പോകുന്നു. ഓഹോ ഓഹോ, ഈസ്റ്റിൽ നിന്ന് വലിയ മഹത്വം ഉദിക്കാൻ പോകുന്നു. ഇതുവരെ ചർച്ച കണ്ടത് വെസ്റ്റിൽ നിന്നാണ്. ഓ കമാൻ, ആര് കേട്ടു? ഇതുവരെ ചർച്ച കണ്ടത് വെസ്റ്റിൽ നിന്നാണ്, പാശ്ചാത്യ ദേശത്ത് നിന്നാണ്. നമ്മൾ യൂറോപ്പിൽ നിന്ന് ഒത്തിരി പ്രാപിച്ചു, നമ്മൾ അമേരിക്കയിൽ നിന്ന് ഒത്തിരി പ്രാപിച്ചു. എന്നാൽ യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ വെസ്റ്റിൽ നിന്നല്ല മൂരും പുന്നും കുന്തിരുക്കവും വന്നത്, ഈസ്റ്റിൽ നിന്നാണ്. ഓ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? സ്തോത്രം, ഈസ്റ്റിൽ നിന്നാണ് അന്ത്യകാലത്ത് ചില ചലനം വെളിപ്പെടുന്നത്. ഞാൻ ഗൂഗിൾ നോക്കുമ്പോൾ കണ്ടു, സ്തോത്രം, പ്രധാനപ്പെട്ടതായ ഏറ്റവും ടോപ്പ് മോസ്റ്റ് കമ്പനികളിൽ 13 എണ്ണത്തിൽ ഇരിക്കുന്നത് ഏതോ കർമ്മനല്ല, ഏതോ വെളുമ്പനല്ല, ഇന്ത്യക്കാരാണ്. 13 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പ് മോസ്റ്റ് കമ്പനികളിൽ, അത് ഗൂഗിൾ ആയിരിക്കാം, അത് ഫേസ്ബുക്ക് ആയിരിക്കാം, അത് മൈക്രോസോഫ്റ്റ് ആയിരിക്കാം, എക്സെട്രാ എക്സെട്രാ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയി ലോകത്തെ നിയന്ത്രിക്കുന്ന 13 കമ്പനികൾ ഇരിക്കുന്നത് അതേണ്ട ഈ നിറമുള്ള ബ്രൗണീസ് ആണ്. സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ ഈ ദൂത്, സ്തോത്രം, അതേ ഈ ദൂത് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ പിള്ളേരും
Father's blessing, Father's blessing. Father's blessing. Come on. വായി തുറന്ന അന്യഭാഷ പറഞ്ഞ കരങ്ങളടിച്ച് Hallelujah. Hallelujah. ബലമില്ലാത്തതിന് ബലം കൊടുക്കുന്നവൻ, ശക്തിയില്ലാത്തതിന് ശക്തിപ്പെടുത്തുന്നവൻ, കൃപ നൽകി നിന്നെ അലങ്കരിക്കുന്നവൻ, അർഹതയില്ലാത്ത സ്ഥാനത്ത് നിന്നെ ഉയർത്താൻ പോകുന്നു, നിന്നെ മാനിക്കാൻ വേണ്ടി പോകുന്നു. ഹെവൻലി ഫാദർ. വിശ്വസിക്കുന്ന രണ്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ പിതാവ്. എന്നാൽ ആ പിതാവിനെ വെളിപ്പെടുത്തുന്ന ഒരു പിതാവ് നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ ചർച്ചിലുണ്ട്. ആ പിതാവിനെ വെളിപ്പെടുത്തുന്ന ഒരു പിതാവ് നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ ചർച്ചിലുണ്ട്. അവരാണ് കുടുംബത്തിന്റെ തല. കുടുംബത്തിന്റെ തല മാമിയല്ല. മാമി എനിക്ക് ഒരു വഴക്കില്ല മമ്മി, പക്ഷെ നീ ബക്കിംഗ്ഹാം പാലസിൽ ജനിച്ചു വളർത്തപ്പെട്ടാലും നിന്റെ തല എന്ന് പറയുന്നത് പുരുഷൻ തന്നെയാണ്. ഏതോ ആന്റിമാർ എന്നെ തുറച്ചു നോക്കി എൻ്റെ നിലനിൽപ്പിന് വേണ്ടി ബാക്കിയുള്ള എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നീ ജനിച്ചു വളർത്തപ്പെട്ടത് അതേ വൈറ്റ് ഹൗസിലായിരിക്കാം, സ്തോത്രം, പക്ഷേ നിന്റെ കുടുംബത്തിൻ്റെ തല എന്ന് പറയുന്നത് പുരുഷൻ തന്നെയാണ്. ഓ, ധൈര്യമുള്ള 3 പുരുഷന്മാരുണ്ട്, അവർ മാത്രം സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. എഫേസ്യർ 5 അങ്ങനെ പറയുന്നു, പുരുഷനാണ് തല. മറന്നു പോകല്ലേ. ആമേൻ. പുരുഷൻ തലയല്ലാതെ വേറെ ഏത് തല ഉയർന്നിട്ടുണ്ടോ അത് ഇസബേലിസമാണ്. അവിടെ പരാജയം ഉണ്ടായിട്ടുണ്ട്, അവിടെ തോൽവി ഉണ്ടായിട്ടുണ്ട്. ബി കെയർഫുൾ. സ്തോത്രം. ഇന്ന് പകൽക്കാലം അതേ തെറ്റുതിരുത്ത്. പുരുഷനായിരിക്കണം ഒരു കുടുംബത്തിന്റെ തല, പുരുഷനായിരിക്കണം ഒരു സഭയുടെ തല, അല്ലാതെ വേറൊന്നും ആകല്ല് അവിടെ തലയായിരിക്കേണ്ടത്. ഓ സഹോദരന്മാർ, ആരൊക്കെയോ രോമാഞ്ചത്തോടെ ഉറങ്ങിയിരുന്ന എല്ലാവരും ഞെട്ടി എന്ന് നോക്കിയിരിക്കുന്നു. അങ്ങനെ പ്രസംഗിക്കും ബ്രദറെ. സ്തോത്രം. അങ്ങനെ പ്രസംഗിക്കുക. ഏറെ നാളായി കേൾപ്പാനാശയായി. ഓ സ്തോത്രം. അങ്ങനെ പ്രസംഗിക്കും ബ്രദറെ. ഞാനാണ് കുടുംബത്തിൻ്റെ തല. എങ്കിൽ നിന്നിൽ നിന്ന് 3 ശബ്ദം ഉയരണം. നിന്നിൽ നിന്ന് 3 ശബ്ദം ഉയരണം. നമ്പർ 1, സ്തോത്രം. ആ തലയിലാണ് ദൈവത്തിൻ്റെ അഭിഷേകം. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. 133 സങ്കീർത്തനം 1 വാക്യം പറയുന്നു, സ്തോത്രം. തലയിൽ നിന്ന് താടിയിലേക്ക്, താടിയിൽ നിന്ന് വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക്. തലയിലാണ് അഭിഷേകം, തലയിലാണ് അഭിഷേകം. പണം ബാങ്കിലാണെങ്കിൽ, സ്തോത്രം, സർട്ടിഫിക്കറ്റ് അലമാരയിലാണെങ്കിൽ, അതേ സ്തോത്രം തലയിലാണ് ദൈവത്തിൻ്റെ അഭിഷേകം. ഹല്ലേലൂയ. അല്ലാതെ മമ്മിയിലല്ല അഭിഷേകം, പപ്പയിലാണ് അഭിഷേകം. സമൂഹം മാറുവാൻ, സഭ അനുഗ്രഹിക്കപ്പെടുവാൻ, വേദപുസ്തകം പറയുന്ന ക്രമത്തിൽ സ്തോത്രം പുതിയൊരു തലമുറ ദൈവകൃപയാൽ പൊടികുടഞ്ഞ് സടകുടഞ്ഞ് എഴുന്നേൽക്കുവാൻ ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന പുരുഷന്മാർ അഭിഷിക്തർ ആയിത്തീരട്ടെ. ഹല്ലേലൂയ. കാരണം സ്പിരിച്വൽ വാർഫെയറിൽ, ആത്മീയ യുദ്ധത്തിൽ വേദപുസ്തകത്തിന്റെ ആദ്യ പേജ് തുടങ്ങി പുരുഷനോടാണ് പിശാചിന് ഏറ്റവും അധികമായി പോരാട്ടം. ഒരിക്കൽ കൂടെ പുരുഷനോടാണ് സ്തോത്രം ശത്രുവിന് ഏറ്റവും അധികമായി പോരാട്ടം. രമേശ് ബ്രദർ ചോദിക്കും, വായ്, എങ്ങനെ അത് പറവാൻ തക്കോണം കഴിയും? സ്തോത്രം. അതേ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അവിടെ സ്ത്രീയുടെ സന്തതി എന്ന് ഒറിജിനൽ ടെക്സ്റ്റിൽ സ്തോത്രം എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് സീറ എന്ന പദമാണ്. സീറ എന്ന് പറഞ്ഞാൽ നോട്ട് എ ഫീമെയിൽ ചൈൽഡ് ബട്ട് ദ മെയിൽ ചൈൽഡ്. സ്തോത്രം. സീറ അതേ സർപ്പത്തിന്റെ തലയെ തകർക്കും. മെയിൽ ചൈൽഡ്, ആൺകുട്ടിയാണ് സ്തോത്രം പിശാചിന്റെ തലയെ തകർക്കുന്നത്. നിന്റെ വീട്ടിൽ ഒരു ആണുങ്ങൾ ഉണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തെ എങ്ങനെയെങ്കിലും തകർക്കുവാൻ സ്തോത്രം അതേ സാത്താൻ ശക്തമായ പദ്ധതിയുടെ. ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് വാരിയല്ല എന്ന പദപ്രയോഗത്തിലാണ്. നിങ്ങൾക്കറിയാം. സ്തോത്രം. ഹൗവയുടെ ആദമിന്റെ നട്ടലൂരിയല്ല ദൈവം സ്തോത്രം ഹൗവയെ ഉണ്ടാക്കിയത്. അവന്റെ ആദമിന്റെ തലയോടെ എടുത്തല്ല അവനെ സ്തോത്രം ഹൗവയെ ഉണ്ടാക്കിയത്. ആ വാരിയൽ എടുത്താണ്. ആ വാരിയൽ ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ, ആ വാരിയൽ ഇരിക്കേണ്ടതുപോലെ ഇരിക്കുന്നില്ലെങ്കിൽ, ഹസ്ബൻഡിന്റെ അഥവാ സ്തോത്രം പുരുഷന്റെ ഹൃദയം തകർക്കപ്പെടുക. നാം ഇന്ന് പകൽ ഇവിടെ കൂടിയിരിക്കുന്ന ഇവിടെ നിന്ന് കുറച്ചപ്പുറത്താണ് സ്തോത്രം കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ, അതിനപ്പുറത്ത് GG ഹോസ്പിറ്റൽ, അതിനപ്പുറത്ത് സ്തോത്രം അതേ മെഡിക്കൽ കോളേജ്, കുറച്ചപ്പുറത്ത് മാറി കിംസ്, അല്പകൂടെ തെക്കോട്ടെ യാത്ര ചെയ്താൽ നിംസ്, പിന്നെ വേറെ ഏതൊക്കെ മിംസ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഹോസ്പിറ്റൽ കയറി ചെല്ലുമ്പോൾ കാർഡിയോളജി വാർഡിൽ നിങ്ങൾ പോയാൽ കാർഡിയോളജി വാർഡിൽ മാക്സിമം കിടക്കുന്നത് സ്ത്രീകളല്ല. കാർഡിയോളജി വാർഡിൽ മാക്സിമം കിടക്കുന്നത് പുരുഷന്മാരാണ്. എന്തുകൊണ്ട്?
സ്തോത്രം അതേ വാരിയെല്ലുകൾ ഇരിക്കേണ്ടതുപോലെ ഇരിക്കാത്തത്. അടുത്ത ആഴ്ച നിങ്ങൾ വരത്തില്ലായിരിക്കാം, ഡോണ്ട് വറി. ഹല്ലേലൂയ. ഞാൻ വചനം പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏത് ഇസബേല് പൊങ്ങിയാലും ഏലിയാവിൻ്റെ പക്കൽ തീയുണ്ട്, പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അഭിഷേകത്തിന്റെ തലമുറ, കൃപയുടെ തലമുറ, അനുഗ്രഹത്തിന്റെ തലമുറ സമൂഹത്തിന്റെ നടുവിൽ ഉയരുവാൻ സ്തോത്രം തലയിൽ അഭിഷേകം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. സർപ്പത്തിന്റെ തലയെ തകർക്കും. മെയിൽ ചൈൽഡ്, അതേ ആൺ സന്താനം. സ്തോത്രം. ആൺ സന്താനം അതേ സർപ്പത്തിന്റെ തലയെ തകർക്കും. അപ്പോഴാണ് മറുവശത്ത് സ്തോത്രം പിശാച് പറയുന്നത്, അങ്ങനെയെങ്കിൽ നിന്റെ ഹൃദയത്തെ ഞങ്ങൾ തകർക്കുക. എന്നാൽ എൻ്റെ വേദപുസ്തകം പറയുന്നു, അവന്റെ ഹൃദയം തകർന്നെങ്കിലും അവൻ തോറ്റവനല്ല, അവൻ ജയിച്ച യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. സ്തോത്രം. അവൻ മുറിവേറ്റു, ശരിയാണ്, പക്ഷെ തോറ്റിട്ടില്ല. 4 പേരെ തൊട്ട് പറഞ്ഞാലേ മുറിവേറ്റാലും വിട്ടുകൊടുക്കല്ല. പെട്ടെന്ന് പറഞ്ഞാട്ടെ, മുറിവേറ്റാലും വിട്ടുകൊടുക്കല്ല. സാത്താനി നീ തോറ്റവനാണ്, പിശാചി നീ തോറ്റവനാണ്. മുറിവേറ്റ പോരാളി ഉറങ്ങുന്ന പോരാളിയേക്കാൾ ഡേഞ്ചറസ് ആണ്. ഹല്ലേലൂയ. സൺഡേ 9:30 മാത്രം പൊങ്ങി വന്ന് 12:30 മുങ്ങിപ്പോകുന്ന അന്തർവാഹിനി ക്രിസ്ത്യാനിയെ ഗോൾ മുറിവേറ്റ പോരാളി ഒത്തിരി സ്തോത്രം അതേ ഡേഞ്ചറസ് ആയിരിക്കും. അവൻ നരകത്തെ തകർക്കും, അവൻ സ്വർഗത്തെ നിറയ്ക്കും. ഹല്ലേലൂയ. അവൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്വർഗം തുറക്കും. അവൻ വചനം പറയുമ്പോൾ ആത്മാക്കൾ വിടുവിക്കപ്പെടും. സ്തോത്രം. മെയിൽ ചൈൽഡ്. സ്തോത്രം. നോക്കണമേ, കുടുംബത്തിലൊരു പിതാവുണ്ടെങ്കിൽ അവൻ്റെ തലയിൽ താരനുണ്ട്, മുടിയുണ്ട്, അല്ലെങ്കിൽ കഷണ്ടിയുണ്ട് എന്നല്ല ബൈബിൾ പറയുന്നത്. അവൻ്റെ തലയിൽ 3 അഭിഷേകത്തിൻ്റെ സമ്മേളനം ഉണ്ടായിരിക്കും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്നതുപോലെ എല്ലാ പപ്പമാരുടെ, എല്ലാ ഡാഡമാരുടെ, എല്ലാ ഡാഡിമാരുടെ, എല്ലാ അച്ഛന്മാരുടെ തലയിൽ ഇന്ന് പകൽക്കാലം ഈ 3 അഭിഷേകം നിറയുമാറാകട്ടെ. നമ്പർ 1, ഒന്നാമത് പ്രീസ്ലി അനോയിന്റിംഗ്, ഒന്നാമത് പുരോഹിത അഭിഷേകം. വലത് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, പുരോഹിത അഭിഷേകം. ഒരിക്കൽ കൂടെ പുരോഹിത അഭിഷേകം. ഞാൻ പ്രിപ്പയർ ചെയ്തത് എനിക്കിന്ന് സ്തോത്രം പ്രസംഗിച്ച് തീർപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. 12 കൊട്ട മിച്ചമെടുക്കാൻ നിങ്ങൾ മനസ്സിലാക്കണം. വിളമ്പുന്നത് പ്രാസംഗികനല്ല, കർത്താവാണ്. സ്തോത്രം. ഒന്നാമത് നിന്റെ തലയിൽ ഉണ്ടായിരിക്കേണ്ടത് പിതാവേ സ്തോത്രം പൗരോഹിത്യ അഭിഷേകം. എന്താണ് പൗരോഹിത്യ അഭിഷേകത്തിന്റെ പ്രത്യേകത? അത് പ്രാർത്ഥന. ഒന്നാമത് സ്തോത്രം. അത് ഓരോ പിതാവും അതേ പ്രാർത്ഥനക്കാരൻ ആയിരിക്കണം. അതാണ് പുരോഹിതന്റെ പ്രത്യേകത. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ സ്തോത്രം അതേ 3-ാം വാക്യം മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം സ്തോത്രം പാസ് ഓവർ ദിനത്തിന് പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കണമായിരുന്നു. പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കേണ്ടത് മമ്മി പോയി അഴിച്ചിട്ട് വാ എന്നല്ല തിരുവചനം പറയുന്നത്. മമ്മി പോയി ചന്തയിൽ പോയി ആടിനെ മേടിക്ക് എന്നല്ല തിരുവചനം പറയുന്നത്. ഓരോ വീട്ടിലുള്ള ആ പുരുഷനായിരിക്കണം ആ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കേണ്ടത്. ആട്ടിൻകുട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ആ വീട്ടിന് വിടുതലുള്ളൂ. ആട്ടിൻകുട്ടിയുടെ കൊല്ലപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ രക്തം കട്ടലക്കാലുമേലും കുറുമ്പേടുമേലും പൂശപ്പെട്ട് നിനക്ക് അതേ സംഹാരകൻ നിന്നെ വിട്ട് ഓടിപ്പോകത്തുള്ളൂ. നിനക്ക് സംരക്ഷണം വേണമെങ്കിൽ, നിനക്ക് വിടുതൽ വേണമെങ്കിൽ, നിനക്ക് പുറപ്പാട് വേണമെങ്കിൽ പുരുഷൻ ആട്ടിൻകുട്ടി തിരഞ്ഞെടുക്കണം. ദൂത് ഇതാണ്. സന്ധ്യ മയങ്ങുന്ന സമയത്ത് മക്കളെ, ടിവിയുടെ റിമോട്ട് കൺട്രോൾ എന്തേ, സീരിയൽ തുടങ്ങാൻ നേരമായി, IPL-ന്റെ കാലമായി, അതേ സിനിമയുടെ നേരമായി, വാർത്താ വേളയുടെ നേരമായി. നോ, ഇതല്ല നീ പറയേണ്ടത്. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുമ്പോൾ 2022 അതെ ജൂൺ മാസം 19-ാം തീയതി മുതൽ നീ ചാകുന്നത് വരെ അല്ലെങ്കിൽ യേശു വരുന്നത് വരെ 2022 ജൂൺ മാസം 19-ാം തീയതി കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ഇന്ന് രാത്രി മുതൽ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുമ്പോൾ വേദപുസ്തകവും പാഠപുസ്തകവും ആദ്യം എടുക്കേണ്ടത് കുടുംബത്തിന്റെ പുരോഹിതനാകുന്ന പുരുഷനായിരിക്കും. അല്ല മമ്മി അല്ല 45 മിനിറ്റ് വന്നിരുന്നു അറിയാന്നുള്ള എല്ലാ പാട്ടും പാടി TV ഓഫ് ചെയ്യ്, വാ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയേണ്ടത് മമ്മിയല്ല. പാടി തുടങ്ങേണ്ടത് മമ്മിയല്ല. ബൈബിൾ വായിച്ചു തുടങ്ങേണ്ടത് പുരുഷന്റെ ശബ്ദം ഉയരട്ടെ.
ഓ കമാൻ ഹല്ലേലൂയ. പുരുഷന്റെ ശബ്ദം ഉയരട്ടെ. എത്ര പേർ തീരുമാനിക്കുന്നുണ്ട്? എല്ലാ പുരുഷന്മാരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഞാൻ കുറേ നേരമായി നിൽക്കുകയാണ്. എല്ലാവരും സ്തോത്രം. എല്ലാ പുരുഷന്മാർ എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. ഐ എം സോറി. എല്ലാ പുരുഷന്മാർ എഴുന്നേറ്റ് നിന്നാട്ടെ. സ്തോത്രം. അതെ, വൈകുന്നേരത്തെ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നതായ സമയത്ത് എല്ലാ അങ്കിളുമാരും എല്ലാ പിതാക്കന്മാരും നീ ആയിരിക്കണം നിന്റെ വീട്ടിൽ അതേ ആദ്യത്തെ പ്രാർത്ഥിക്കാം എന്ന ശബ്ദം പറയേണ്ടത്. പ്രാർത്ഥിക്കാമെന്ന് പറയേണ്ടത് നീയാണ്. പാട്ട് പാടി തുടങ്ങേണ്ടത് നീയാണ്. ആദ്യമായി ബൈബിൾ വായിച്ചു തുടങ്ങേണ്ടത് നീയാണ്. കാരണം പുരോഹിതനാണ് ആടിനെ എടുക്കേണ്ടത്. കേട്ടവർ ആമീൻ പറഞ്ഞാട്ടെ. നമ്മളെല്ലാവരും പറയും ഇയ്യോബ് നഷ്ടപ്പെട്ടത് ഇരട്ടിയായി തിരികെ പ്രാപിച്ചു. ഇരുന്നാട്ടെ. ഒത്തിരി പേർക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല. താങ്ക് യു. ഇനി എണീക്കേണ്ടി വരും. സ്തോത്രം. ഇയ്യോബിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കും, നഷ്ടപ്പെട്ടത് ഇയ്യോബ് ഇരട്ടിയായി തിരികെ പിടിച്ചു. എന്തൊരു ആവേശമാണ്, എന്തൊരു രോമാഞ്ചമാണ്, എന്തൊരു പരവേശമാണ്, എന്തൊരു കയ്യടിയാണ്. ഇരട്ടി പങ്കെനിക്ക് കിട്ടും. പക്ഷെ മനസ്സിലാക്കണമേ, ഇയ്യോബ് 1:5 പറയുന്നു, തൻ്റെ മക്കൾക്ക് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിച്ചു. പൊട്ടിയെ പോലെ സംസാരിക്കുന്ന മറ്റേ പെണ്ണും പിള്ള പ്രാർത്ഥിച്ചു എന്നല്ല ബൈബിൾ പറയുന്നത്. ഞാൻ പറഞ്ഞു ഇയ്യോബിന്റെ ഭാര്യ, അവൾ പ്രാർത്ഥിച്ചെന്നല്ല ബൈബിൾ പറയുന്നത്. ഇയ്യോബ് പ്രാർത്ഥിച്ചു. ഇയ്യോബ് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ആ നഷ്ടത്തെ ദൈവം ലാഭമാക്കിയത്. എല്ലാ വീടുകളും നഷ്ടങ്ങൾ ലാഭമാകട്ടെ. എല്ലാ ബിസിനസ്സുകളും നഷ്ടങ്ങൾ ലാഭമാകട്ടെ. എല്ലാ ജീവിതങ്ങളും നഷ്ടങ്ങൾ ലാഭമാകട്ടെ. നിന്റെ തലയിൽ പേനല്ല, നിന്റെ തലയിൽ താരനല്ല, നിന്റെ തലയിൽ മുടിയോ കഷണ്ടിയോ അല്ല, നിന്റെ തലയിൽ പൗരോഹിത്യത്തിന്റെ അഭിഷേകം. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ സ്തോത്രം. മർക്കോസ് സുവിശേഷം 9:22 നോക്ക്. അവിടെ ഇതാ ഒരു ചെറുക്കനെയും കൊണ്ട് അപ്പൻ വരികയാണ്. ഒരു ചെറുക്കനെയും കൊണ്ട് അപ്പൻ വരുന്നു. ആ അപ്പൻ ഇപ്രകാരമാണ് പറയുന്നത്, ഒരു വല്ലാത്ത പിശാച് എൻ്റെ മകനെ ഇതാ ബാധിച്ചിരിക്കുന്നു. അവന് തീരും വെള്ളത്തിലും തീരും. പലപ്പോഴും ഈ ദുരാത്മാവ് ഇട്ട് കൊല്ലുവാൻ ശ്രമിക്കുകയാണ്. ആരാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത്? അപ്പനാണ് കൊണ്ടുവന്നത്. വളരെ ശ്രദ്ധിക്കുക. മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ 4 സുവിശേഷം നിങ്ങൾ വായിക്കുമ്പോൾ മക്കളെ ദൈവം സൗഖ്യമാക്കി. അത് കനാന്യക്കാരി സ്ത്രീയുടെ മകളാണെങ്കിലും അകലെ കിടന്ന് അവൾ സൗഖ്യമായി. പല പിള്ളേരെ കർത്താവ് സൗഖ്യമാക്കിയെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, അവിടെ അപ്പനുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ അമ്മയുണ്ടായിരുന്നു. അല്ലാതെ അയൽവാസിയുടെ കുട്ടിയെ ആ ബ്രദർ പ്രാർത്ഥിച്ചത് എന്ത്? അതല്ല. നോ. സ്തോത്രം. അപ്പനുണ്ടായിരിക്കണം, അമ്മയുണ്ടായിരിക്കണം. മനസ്സിലായോ? ആമേൻ പറഞ്ഞാട്ടെ. ഇവിടെ ഇത് അപ്പനാണ് പറയുന്നത്. പലപ്പോഴും വെള്ളത്തിലും തീയിലും വെള്ളത്തിലും ഈ മകനെ സ്തോത്രം അതെ പിശാച് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സ്തോത്രം. അപ്പോൾ ആ അപ്പൻ നിലവിളിച്ച് പറയുകയാണ്, എൻ്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ. മറുപടി, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യം. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യം. നിന്റെ മകനെ പിശാച് കൊല്ലാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, നിന്റെ മകനെ പിശാച് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിശ്വാസത്തിന് കുറച്ചല്ല സാധ്യം. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യം. ഒരിക്കൽ കൂടെ, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യം. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യം. ഈ മുന്നിലിരിക്കുന്ന പിള്ളേരെല്ലാം ഇപ്പം എന്നെ നോക്കും. സ്തോത്രം. നമ്മൾ അതെ സ്പൈഡർമാനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നോക്ക്, എല്ലാം നോക്കി. നമ്മൾ സൂപ്പർമാനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സൂപ്പർമാൻ ഏത് ഡയറക്ഷനിലും പറക്കും. സ്പൈഡർമാൻ ഏത് കെട്ടിടത്തിലും കയറും, ഏത് പെണ്ണിനെയും തൂക്കി എടുക്കും, ഏത് ട്രെയിനിനെയും സംരക്ഷിക്കും. സൂപ്പർമാനും സ്പൈഡർമാനും. ഞാൻ പറയട്ടെ, സ്തോത്രം, അവരെല്ലാം ചത്തു. ചിലതെല്ലാം വീൽ ചെയറിലായി, ചിലതെല്ലാം പല്ല് കൊഴിഞ്ഞു, ചിലതെല്ലാം വയസ്സായി. പക്ഷെ വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യ. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യ. അപ്പൻ വിശ്വസിച്ചാൽ മതി, നിന്റെ മകൻ വിടുവിക്കപ്പെടും. അമ്മ വിശ്വസിച്ചാൽ മതി, നിന്റെ മകൾ വിടുവിക്കപ്പെടും. കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. പുസ്തകം പറയുന്നു, സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, പൗലോസും ശീലാസും പാട്ടുപാടി. അവിടെ കൈയും കാലും ചങ്ങലയിലാണ്. പക്ഷെ പാട്ട് പാടിയപ്പോൾ അവിടെ ജയിലർ സ്തോത്രം അതെ ആത്മഹത്യയെ ചെയ്യുവാൻ വേണ്ടി എടുത്തു ചാടി. പക്ഷേ അവന് നോക്കി പൗലോസ് പറഞ്ഞ ഒരു വാക്കുമുണ്ട്, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. അതാണ് പൗരോഹിത്യ അഭിഷേകം. നീ വിശ്വസിച്ചാൽ മതി. നിന്റെ വീട്ടിൽ ഒന്നുപോലും നരകത്തിനല്ല, നിന്റെ വീട്ടിൽ നിന്ന് സകലരും സ്വർഗത്തിലായിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. നീ വിശ്വസിച്ചാൽ മതി. നിന്റെ തലയിൽ ഇരിക്കേണ്ടത് ഒന്നാമത്തെ അഭിഷേകം, പ്രീസ്ലി അനോയിന്റിങ്, പൗരോഹിത്യ അഭിഷേകം. വലത് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, ഞാൻ
എൻ്റെ കുടുംബം ഞങ്ങൾ യേശുവിനെ സേവിക്കുക. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ എൻ്റെ കുടുംബം ഞങ്ങൾ യേശുവിനെ സേവിക്കും. ഒരിക്കൽ കൂടെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യേശുവിനെ സേവിക്കാം. ഫാദേഴ്സ് ഡേക്ക് ഞാൻ പറയട്ടെ, ഒന്നാമതായി നിന്റെ തലയിലുണ്ടായിരിക്കേണ്ട അഭിഷേകമാണ് പൗരോഹിത്യ അഭിഷേകം. നമ്പർ 2, രണ്ടാമത്തെ അഭിഷേകമാണ് പ്രൊഫറ്റിക് അനോയിന്റിംഗ്, പ്രവാചന അഭിഷേകം. പ്രവചന അഭിഷേകം. സ്തോത്രം. നിന്റെ വീട്ടിൽ എന്ത് നടക്കണമെന്ന് സംസാരിക്കുന്ന പപ്പയാണ് തീരുമാനിക്കേണ്ടത്. നീ എന്ത് പറയുമോ, സ്തോത്രം, പിതാവേ നീ എന്ത് പറയുമോ അതാണ് നിന്റെ മക്കളിൽ സംഭവിക്കുന്നത്. എന്താ ഒന്നും മിണ്ടാത്തെ? നീ എന്ത് പറയുമോ അതാണ്, സ്തോത്രം, നിന്റെ വീട്ടിൽ നടക്കുന്നത്. നീ എന്ത് വിതയ്ക്കുമോ അതാണ് കൊയ്യുന്നത്. നീ എന്ത് പറയുമോ അതാണ് ഭവിക്കുന്നത്. എങ്ങനെ പറയാൻ കഴിയും? കുടുംബത്തിൻ്റെ നാഥൻ അങ്കിളാണല്ലോ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നാഥൻ പപ്പയാണല്ലോ. പപ്പ നാക്ക് വളച്ച് എന്ത് പറയുമോ അതാണ് അടുത്ത ദിവസത്തിൽ ഭവിപ്പാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് പപ്പമാരെ, ബി കെയർഫുൾ. നീ എന്താ പറയുന്നതെന്ന് വളരെ കെയർഫുൾ ആയിരിക്കുക. കാരണം നീ പറയുന്നത് നിന്റെ കുടുംബത്തിൻ്റെ ചരിത്രം ആകുവാൻ പോകുന്നു. ഷോക്കിങ്. നീ പറയുന്നത് നിന്റെ കുടുംബത്തിൻ്റെ ചരിത്രമായിരിക്കും. നീ പ്രോബ്ലമാണ് പറയുന്നതെങ്കിൽ നിന്റെ കുടുംബം പ്രോബ്ലത്തിലായിരിക്കും. നീ വിടുതലാണ് പറയുന്നതെങ്കിൽ നിന്റെ ഭവനം വിടുതലായിരിക്കും. നീ ഞെരുക്കമാണ് പറയുന്നതെങ്കിൽ നിന്റെ കുടുംബം ഞെരുക്കമായിരിക്കും. നീ മരണമാണ് പറയുന്നതെങ്കിൽ നിന്റെ വീട്ടിൽ മരണമായിരിക്കും. എങ്ങനെ പറയാൻ കഴിയും? ഒരു ഉദാഹരണം പെട്ടെന്ന് പറയട്ടെ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം അതെ 31-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ലാബാന്റെ ഭവനത്തിൽ നിന്ന് യാക്കോബ് ഇതാ ഓടി വരികയാണ്. ലാബാന്റെ ഭവനത്തിൽ നിന്ന് യാക്കോബ് ഓടി വരുമ്പോൾ ലാബാൻ ഓടി വന്ന് യാക്കോബിനോട് ചോദിക്കുന്നു, എടാ നീ വന്നതോ വന്നോ? എൻ്റെ വീട്ടിൽ നിന്ന് ആ വിഗ്രഹം കൂടെ നീ അടിച്ചു മാറ്റിയിട്ട് എന്തിനാ വന്നത്? ഞാൻ സമ്പാദിച്ചു വച്ചിരുന്ന പൊന്നും വെള്ളിയും വിലയേറിയ വസ്തുക്കളെ കൊണ്ട് ഉരുട്ടിപ്പുരട്ടി വച്ചിരുന്നതായ വിഗ്രഹത്തെ നീ എന്തിനാണ് അടിച്ചിട്ട് വന്നത്? യാക്കോബിന് അറിയത്തില്ല റേച്ചലിൻ്റെ പക്കൽ ഈ വിഗ്രഹം ഇരിക്കുന്നു എന്ന്. യാക്കോബ് അറിയാതെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ. തിരുവനന്തപുരക്കാര് അറിയാതെ പോലും പറയല്ലേ കേട്ടോ. ഇത് തീക്കളിയാണ്. അറിയാതെ പോലും പറയല്ലേ. അവൻ പറഞ്ഞു, അറിയാതെ പറഞ്ഞു. അവൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ആരുടെ പക്കൽ അത് ഇരിക്കുന്നു അവൻ മരിക്കണം. ആരുടെ പക്കൽ അത് ഇരിക്കുന്നു അവൻ മരിക്കണം. സ്വർഗത്തിലെ ദൈവം നോക്കി, അഗ്നി ജ്വാലക്കത്തെ കണ്ണോട് കൂടിയവനായ ദൈവം നോക്കുമ്പോൾ, സ്കാനിങ്ങിനും എക്സ്റേക്കും പാസ്റ്ററും പ്രവാചകനും കാണാൻ കഴിയാത്ത ദൈവം നോക്കുമ്പോൾ ദൈവം കണ്ടു, തരുണി മണി, സ്തോത്രം, റേച്ചലിന്റെ പക്കൽ, റാഹേലിന്റെ പക്കൽ അത് ഇരിക്കുന്നു. ഓൾറെഡി സ്തോത്രം പപ്പ പറഞ്ഞിരിക്കുന്നു, ഗൃഹനാഥൻ പറഞ്ഞിരിക്കുന്നു, ആരുടെ പക്കൽ അത് ഇരിക്കുന്നു അവൻ മരിക്കണം. യെസ്, യാക്കോബിന്റെ ഭവനത്തിൽ പെട്ടെന്നൊരു മരണമുണ്ടായി. യാക്കോബിന് ഏറ്റവും പ്രിയപ്പെട്ടതായ റാഹേൽ മരിച്ചുപോയി. എന്തുകൊണ്ടാണ് റാഹേൽ മരിച്ചത്? നേരത്തെ നീ പറഞ്ഞത്, നേരത്തെ നീ മരണം പറഞ്ഞോ, അതുകൊണ്ട് നിന്റെ വീട്ടിൽ മരണം നടന്നോ. ഞാൻ നിങ്ങളെ ഇന്ന് പകൽക്കാലം ചലഞ്ച് ചെയ്ത് പറയട്ടെ, എത്ര അനുഗ്രഹങ്ങളെയാണ് നീ പറഞ്ഞു കൊന്നത്? എത്ര വാഗ്ദത്തങ്ങളെയാണ് നീ പറഞ്ഞു കൊന്നത്? എത്ര നന്മകളെയാണ് നീ പറഞ്ഞു കൊന്നത്? അതുകൊണ്ട് നീ തിന്മയല്ല പറയേണ്ടത്. കാരണം വേദപുസ്തകം പറയുന്നു, സദൃശവാക്യം 18-21 വായിക്കുമ്പോൾ, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്തുവാണ്? മരണവും ജീവനും. പോരാ, ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ. ചില മദേഴ്സ് മിണ്ടുന്നില്ല. ഇത് മദേഴ്സ് ഡേ അല്ല, ഇത് ഫാദേഴ്സ് ഡേ ആണ്. വളയും കുട്ടി ഒരിക്കൽ കൂടെ പറഞ്ഞോട്ടെ. സ്തോത്രം. എന്താണ്? മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതുകൊണ്ട് നീ സ്തോത്രം തിന്മയല്ല പറയേണ്ടത്, ദൈവകൃപയാൽ നന്മ പറഞ്ഞാട്ടെ, അനുഗ്രഹം പറഞ്ഞാട്ടെ. ഈ മുന്നിലായിരിക്കുന്ന കുട്ടികളെ നോക്കി ഞാൻ പറയട്ടെ, ഈ ദിവസം ദൈവകൃപയാൽ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ്, ഹോംവർക്കാണ്, ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അപ്പനും അമ്മയും മക്കളും ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കണം. എന്നിട്ട് അപ്പന്മാർ മക്കളെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിക്കണം. കേട്ടില്ല. ഇന്നത്തെ ഹോംവർക്ക് 2022 ഫാദേഴ്സ് ഡേക്ക് ക്രൈസ്തന്റെ ഹോംവർക്ക് ഇതാണ്. ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, അപ്പനും അമ്മയും മക്കളും ദൈവത്തിന് മുന്നിൽ കസേര ഇരിക്കുകയല്ല, സോഫയിൽ ചരിയുകയല്ല, മുട്ടുമടക്കണം. ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കുന്നവൻ ഒരുത്തന്റെ മുൻപിലും മുട്ടുമടക്കത്തില്ല.
ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കണം. എന്നിട്ട് ഒരുപക്ഷെ നിന്റെ മക്കൾ ജർമ്മനിയിലായിരിക്കാം, അമേരിക്കയിലായിരിക്കാം. ഇന്ന് വിളിക്കണം, വീഡിയോ കോള്, സ്തോത്രം. എന്നിട്ട് പറയണം, അങ്കിൾ സുരേഷ് ബാബു പറഞ്ഞു ഇന്ന് നമുക്ക് ഒരുമിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. ടൈം ഡിഫറൻസ് ഉണ്ടായിരിക്കാം, അവർ ബിസി ആയിരിക്കാം, നിങ്ങൾ ബിസി ആയിരിക്കാം. പക്ഷേ 5 മിനിറ്റ് മാറ്റിവെക്ക്, മുട്ടുമടക്കണം. മുട്ടുമടക്കട്ടെ എല്ലാ പാപ്പമാരും ആ മക്കളെ നോക്കി. കൊച്ചുമക്കളുണ്ടെങ്കിൽ ആ കൊച്ചുമക്കളെ നോക്കി, ജനിച്ചതിനെ നോക്കി, ജനിപ്പാൻ ഇരിക്കുന്നതിനെ നോക്കി. അനുഗ്രഹത്തിന് ഹൈവേ വെട്ടിയാട്ടെ, അനുഗ്രഹത്തിന് വേണ്ടി ഹൈവേ പണിതാട്ടെ, അനുഗ്രഹത്തിൻ്റെ ഹൈവേ പണിതാട്ടെ, അനുഗ്രഹങ്ങളുടെ ഹൈവേ പണിതാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മനസ്സിലാക്കുന്ന ആമേൻ പറ. അനുഗ്രഹത്തിന് വഴി വെട്ടിയാട്ടെ. നീ എന്ത് പറയുമോ അതാണ് നിന്റെ തലമുറയിൽ സംഭവിക്കുന്നത്. നീ വഴി മുടക്കിയാകല്, നീ വഴി ഒരുക്കുന്നവനായിരുന്നാട്ടെ. നീ വഴി മുടക്കുന്നവനാകല്, വഴി തുറക്കുന്നവനായിരിക്കെ. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം. യാക്കോബ് ഇതാ മരിപ്പാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുകയാണ്. യാക്കോബ് പറയും, ഇതെൻ്റെ ഐഡിയ അല്ല, ഇത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സിസ്റ്റമാണ്. അബ്രഹാം മരിക്കുന്നതിന് മുമ്പ് ഇസ്മായിലിനെ അല്ല, ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. സ്വർഗം നോക്കി ആരെ അനുഗ്രഹിക്കട്ടെ? അപ്പോൾ ഇത് അപ്പൻ കാണിച്ചു കൊടുക്കുന്നു ഇസഹാക്കിനെ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഈ ലോകത്തിൽ അപ്പൻ പറയുന്നവനെയാണ് സ്വർഗത്തിൽ. ഈ ലോകത്തിലെ അപ്പൻ പറയുന്നവരെയാണ് സ്വർഗത്തിലെ അപ്പൻ അനുഗ്രഹിക്കുന്നത്. ഈ ലോകത്തിലെ അപ്പൻ പറയുന്നവരെയാണ് സ്വർഗത്തിലെ അപ്പൻ അനുഗ്രഹിക്കുന്നത്. ദൈവം ഇശ്മായേലിനെ ബൈപ്പാസ് ചെയ്ത് ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. അടുത്ത ജനറേഷനിൽ ദൈവം യേശാവിനെ ബൈപ്പാസ് ചെയ്ത് ഈ യാക്കോബിനെ അനുഗ്രഹിച്ചു. അടുത്ത ജനറേഷനിൽ ദൈവം രൂബേനെ ബൈപ്പാസ് ചെയ്ത് ദൈവം യഹൂദയെ അനുഗ്രഹിച്ചു. വായ് എന്തുകൊണ്ട് പലതിനെ ബൈപ്പാസ് ചെയ്ത് മറ്റു പലതിനെ സർപ്രൈസായി ഞാൻ വീണ്ടും പറയും, സർപ്രൈസായി അനുഗ്രഹിച്ചു. അപ്പന്റെ അനുഗ്രഹമാണ്. യേശുവിന്റെ നാമത്തിൽ ഈ തലമുറയിൽ എന്നെ കേൾക്കുന്ന പലത് സർപ്രൈസ് ബ്ലെസ്സിങ്ങിന് വേണ്ടി, സർപ്രൈസ് ജോലിക്ക് വേണ്ടി, സർപ്രൈസ് അഡ്മിഷന് വേണ്ടി, സർപ്രൈസ് യാത്രയ്ക്ക് വേണ്ടി, സർപ്രൈസ് നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ കൃപയിൽ ഒരുക്കപ്പെടട്ടെ. ഫാദേഴ്സ് ബ്ലെസ്സിംഗ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അബ്രഹാം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, അതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു, അതുകൊണ്ട് ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു, ഇസ്രായേലാക്കി. യാക്കോബ് സ്തോത്രം അതേ മരിപ്പാറായിരിക്കുമ്പോൾ അവരിതാ യഹൂദയെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, രാജദണ്ഡ് ഇവനിൽ നിന്ന് മാറുകയില്ല. യോസെഫിനല്ല, എഫ്രൈമിനല്ല, രൂബേനല്ല, ശിമിയോനല്ല, രാജദണ്ഡ് ആരിൽ നിന്ന് മാറത്തില്ല? രൂബേനിൽ നിന്ന് മാറത്തില്ല. എക്സാക്ട്ലി എബ്രായ ലേഖന കർത്താവ് പറയുന്നു, ഈ യഹൂദയിൽ നിന്നല്ലോ കർത്താവ് ഉദിച്ചത്, യഹൂദയിൽ നിന്നല്ലോ കർത്താവ് ഉദിച്ചത്. യേശുവിൻ നാമത്തിൽ എന്തും നീ പറയുമോ അതാണ് നിന്റെ ഭാവിയിൽ സംഭവിക്കുന്നത്. ഈ വർഷത്തില്, അടുത്ത വർഷത്തില് എന്തും നീ പറയുമോ അതാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. 10 വർഷത്തിനപ്പുറം ഉള്ളതായ ചരിത്രം നിനക്കിപ്പോഴേ ഡിസൈൻ ചെയ്യാൻ കഴിയും. പ്രവചിച്ചു പറഞ്ഞാട്, മക്കളെ നോക്കി നന്മ പറഞ്ഞാട്, ശാപം പറയല്ല, സ്തോത്രം തിന്മ പറയല്ല, നാശം പറയല്ല. പിശാച് നിന്റെ നാവിനെ ഉപയോഗിക്കല്ല്, ലൂസിഫർ സാത്താൻ നിന്റെ ശബ്ദത്തെ ഉപയോഗിക്കല്ല്. ദൈവം പണിയുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം നിന്റെ ശബ്ദത്തെ ഉപയോഗിക്കട്ടെ. 2 കരങ്ങളെ ഉയർത്തി വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്. ഞാൻ നിർത്തി. മൂന്നാമത് കുടുംബത്തിൽ ഭരിക്കുന്നത് സ്തോത്രം അതെ ആ കുടുംബത്തിന്റെ ഗ്രഹനാഥനാകുന്ന ഫാദറാണ്. പൗരോഹിത്യ അഭിഷേകം, പ്രവചന അഭിഷേകം, മൂന്നാമത് രാജാവിൻ്റെ അഭിഷേകം. എബ്രായ പദത്തിൽ ഞാനത് നോക്കുമ്പോൾ കണ്ടത് ഗവൺമെന്റ്. ആ കുടുംബത്തെ ഭരിക്കുന്നത് വിദ്യാഭ്യാസമല്ല, ആ കുടുംബത്തെ ഭരിക്കുന്നത് ഡോളറല്ല, പണമല്ല, ആ കുടുംബത്തെ ഭരിക്കുന്നത് ഈവൻ മിനിസ്ട്രി അല്ല, ആ കുടുംബത്തെ ഭരിക്കുന്നത് മിഷനല്ല, ആ കുടുംബത്തെ ഭരിക്കുന്നത് ദൈവമാണ് ആ കുടുംബത്തെ ഭരിക്കുന്നത്. ഒരു വീട്ടിൽ ദൈവമാണ് ഭരിക്കുന്നതെങ്കിൽ അവിടുത്തെ ഭരണം പുരുഷന്റെ കയ്യിലായിരിക്കും. പോയി. ഒരു വീട്ടിൽ ദൈവമാണ് ഭരിക്കുന്നതെങ്കിൽ ആ കുടുംബത്തെ ഭരിക്കുന്നത് അവിടുത്തെ പുരുഷനായിരിക്കും. എല്ലാ പുരുഷന്മാർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാ പുരുഷന്മാർ കരങ്ങളെ ചലിപ്പിച്ച് താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എവിടെ ഇരിക്കുന്ന പുരുഷന്മാർ വേണമെങ്കിൽ ഇങ്ങോട്ട് നീങ്ങിയിരുന്നാൽ നന്നായിരുന്നു. എല്ലാ പുരുഷന്മാർ ഒരിക്കൽ കൂടെ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്. ആ പുരുഷനും വേണമെങ്കിൽ ഇങ്ങോട്ട് നീങ്ങിയിരിക്കുക. എല്ലാ പുരുഷന്മാർ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവമാണ്
ആണ് ആ ഭവനത്തെ ഭരിക്കുന്നതെങ്കിൽ അധികാരം, തീരുമാനം, സ്തോത്രം ആ കുടുംബത്തിൽ, ആ സ്തോത്രം അതെ ആ പുരുഷന് തന്നെയായിരിക്കും. നിന്റെ കുടുംബമാകുന്നതായ തോട്ടത്തിൽ നശിപ്പിപ്പാൻ വരുന്നതായ ചെറു കുറുക്കന്മാരുണ്ട്, ദുഷ്ടമൃഗമുണ്ട്, കാട്ടുപന്നിയുണ്ട്. പക്ഷേ ആ സ്തോത്രം തോട്ടത്തെ നശിപ്പിപ്പാൻ കടന്നു വരുന്നതായ ദുഷ്ടമൃഗം, ഉത്തമഗീതമാണ് ഞാൻ പറയുന്നത്, സോങ്സ് ഓഫ് സോളമൻ. ചെറുകുറുക്കൻ, ദുഷ്ടമൃഗം, കാട്ടുപന്നി കടന്നു വരുമ്പോൾ ആ തോട്ടത്തെ പാലിക്കുന്നതായ ഒരു പിതാവുണ്ട്. ആ ഇടയ കൂട്ടത്തെ ചിതറിപ്പിപ്പാൻ വേണ്ടി സ്തോത്രം ചെന്നായ്ക്കൾ കടന്നു വരുമ്പോൾ അതിനൊരു ഇടയനുണ്ട്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. എന്താ ഇടയൻ ചെയ്യുന്നത്? നിന്റെ വടിയും കോലും എന്നെ പാലിക്കുന്ന സ്തോത്രം. വടി ഉയരത്തിൽ നിൽക്കുന്നതായ വെളിപ്പാടിനെ താഴെ കൊണ്ടുവരുന്നതാണ് വടി. അതിന് നല്ല നീളമായിരിക്കും. പഴയ കാലൻ കുടയുണ്ടല്ലോ, അതിനേക്കാൾ വലിയ നീളമുള്ളത്. മേലെ നിൽക്കുന്നത്, മേലെ നിന്ന് ആ സ്തോത്രം വെളിപ്പാടുകളെ പ്രാപിച്ച് അത് താഴേക്ക് കൊണ്ടുവരും. അതാണ് സ്തോത്രം വടി. മേലെ നിൽക്കുന്ന വൃക്ഷച്ചില്ലകളെ ആടിനരികിലേക്ക് താഴേക്ക് കൊണ്ടുവരും. ഇന്ന് പകൽ അതാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മേലെ നിൽക്കുന്നത് സ്തോത്രം ഡിക്ഷണറിയിൽ നിന്നല്ല, മുട്ടിന്മേൽ നിന്ന്, മേലെ നിന്ന് പ്രാപിച്ച് താഴേക്ക് കൊണ്ടുവരുന്ന. പിന്നെ ആ വടിക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. ചെന്നായി വരുന്നത് കണ്ടാൽ, ഹല്ലേലൂയ, കുറുക്കൻ വരുന്നത് കണ്ടാൽ ഇടയൻ വെറുതെ ഇരിക്കത്തില്ല. ആ വടിയെടുത്ത് അതിനെ അടിച്ച് 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 ഓടിക്കുക. കാരണം ഇതെൻ്റെ തോട്ടമാണ്. മറ്റൊരു ഉപമ പറഞ്ഞാൽ ഇതെൻ്റെ ആട്ടിൻകൂട്ടമാണ്. ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്. ദൈവം എന്നെ ഏൽപ്പിച്ച എൻ്റെ വീടിനെ, എൻ്റെ ചേർച്ചിനെ, എൻ്റെ കോൺഗ്രിഗേഷനെ തൊടുവാൻ അന്ധകാര ശക്തികൾക്ക് ഒരിക്കലും കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്ന കമണി എഴുന്നേറ്റ് നാട് സ്വർഗത്തിലേക്ക് നോക്ക്. ഹല്ലേലൂയ. അതേ കർത്താവേ, സ്തോത്രം. ഇന്ന് പകൽക്കാലം അങ്ങയുടെ അധികാരം സ്തോത്രം ഏറ്റെടുത്തിരിക്കുന്ന പിതാക്കന്മാർക്കായി സ്തോത്രം. അധികാരം ചുമക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവിക അധികാരം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, ഹോശാന. ഇരുകരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹോശാന, 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 ഹല്ലേലൂയ, ഹോശാന. 5 മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാമോ? ഈ കുഞ്ഞുങ്ങളടുത്ത് ഞാൻ ചോദിക്കട്ടെ മക്കളെ, 5 മിനിറ്റ് പ്രാർത്ഥിക്കാമോ? 5 മിനിറ്റ് പ്രാർത്ഥിക്കാമോ? 5 മിനിറ്റ് പ്രാർത്ഥിക്കാമോ? ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നറിയോ? ഗോ ടു യുവർ ഫാദർ. നിങ്ങളുടെ പപ്പയുടെ അടുക്കലേക്ക് പോകണം. പപ്പയുടെ അടുക്കലേക്ക് പോയിട്ടോ ആദ്യം പപ്പമാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആദ്യം പപ്പമാർ, ആ ഓൺലൈൻ വാച്ച് ചെയ്യുന്ന പപ്പമാര് ആ മക്കളുടെ അടുക്കലേക്ക് കടന്നുപോയി ആദ്യം പപ്പമാർ സ്തോത്രം ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. യെസ്, യു ക്യാൻ ഗോ. ഹല്ലേലൂയ. ഒരു പക്ഷേ നിങ്ങൾ കപ്പനില്ലയോ, നോ പ്രോബ്ലം. കർത്താവ് ഇവിടെയുണ്ട്. അതിലുപരി ഞാനിവിടെ, അതുപോലെ ഞാനിവിടെയുണ്ട്. സ്തോത്രം. നമ്മുടെ മധ്യത്തിൽ കർത്താവ് ഇവിടെയുണ്ട്. ഡോണ്ട് വറി, യു ആർ നോട്ട് ഓഫൻ. നോ മോർ യു ആർ ഓഫൻ. ഡോണ്ട് വറി. ഹല്ലേലൂയ. ഗോ ടു യുവർ ഫാദേഴ്സ്. ഈ സ്തോത്രം ഹാളിൽ നിൽക്കുന്ന എല്ലാ കുട്ടികളും, എല്ലാ ബോയ്സ് ആൻഡ് ഗേൾസ്, പപ്പമാരുടെ അടുക്കലേക്ക് കടന്നുപോയേ. താങ്ക് യു ജീസസ്. He is going to sing because he lives. Thank you Jesus. പപ്പമാരുടെ അടുക്കലേക്ക് പോയോട്ടെ. 5 മിനിറ്റ് എല്ലാവരും പപ്പമാരുടെ അടുക്കലേക്ക് പോയി ആദ്യം പപ്പമാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. Thank you Jesus. Hallelujah. Thank you Jesus. God sent his son. They called him Jesus. Jesus.
He came to love, heal and forgive. He lived and died to buy my pardon. An empty grave is there to prove my Savior lives. God sent His Son, they call Him Jesus. He came to love, heal and forgive. He lived and died to buy my pardon. And empty grave is there to prove my Savior lives. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know He holds my future, and life is worth the living just because He lives. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know He holds my future, and life is worth the living just because He lives. ഒരിക്കൽ കൂടെ ആ പിതാക്കന്മാർ ആ കുഞ്ഞുങ്ങളെ മേൽ കരങ്ങൾ വെച്ചേ. താങ്ക് യു ലോർഡ്. ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടി മെറിലാൻഡിലായിരിക്കാം. There is no distance in prayer. സ്പിരിറ്റ് ഉള്ളത്തിൽ ഒരു ഡിസ്റ്റൻസ് ഇല്ല. ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അന്യ രാജ്യങ്ങളായിരിക്കാം, അന്യ ദേശങ്ങളായിരിക്കാം. അവരെ കൂടെ ഈ കുടക്കീഴിൽ നമുക്ക് ചേർത്ത് നിർത്താം. പിതാക്കന്മാർ കരങ്ങൾ ഉയർത്തിയ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ കുഞ്ഞുങ്ങളെ മേൽ കൈവച്ച് ദൈവകൃപയിൽ അവർ വളരാൻ വേണ്ടി പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ച്. അഭിഷേകത്തിന്റെ മക്കൾ, അഭിഷേകത്തിന്റെ മക്കൾ. കമോൺ കമോൺ, വാതുറന്ന് പറയണം, വാതുറന്ന് പറയണം. ഞാനല്ല പറയേണ്ടത്, നിങ്ങൾ പറയണം. അഭിഷേകത്തിന്റെ മക്കൾ, കൃപാവരങ്ങളുടെ മക്കൾ, ശുശ്രൂഷയുടെ മക്കൾ, അനുഗ്രഹത്തിന്റെ മക്കൾ, യെസ് യെസ്, സുവിശേഷം പറയുന്ന മക്കൾ, കൃപാവരങ്ങളിൽ ജ്വലിക്കുന്ന മക്കൾ, ആത്മക്കളെ നേടുന്ന മക്കൾ. യെസ് യെസ്, അവിടെ ബുദ്ധികൾ വർദ്ധിക്കട്ടെ. പറ പറ, അവിടെ ബുദ്ധികൾ വർദ്ധിക്കട്ടെ. പ്രാർത്ഥിച്ച് അവിടെ ബുദ്ധികൾ വർദ്ധിക്കട്ടെ. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ പിള്ളേരെല്ലാം പരിശുദ്ധാത്മാവ് തൊട്ട് 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 അവരുടെ ബുദ്ധികൾ വർദ്ധിക്കട്ടെ. അവരുടെ കരങ്ങളെ ടേക്ക് ഓവർ ചെയ്താട്ടെ, അവരുടെ കാലുകളെ ടേക്ക് ഓവർ ചെയ്താട്ടെ. മറ്റുള്ളവർക്ക് കഴിയാത്തത് ഈ കൈകളിലൂടെ നടക്കട്ടെ. മറ്റുള്ളവർ എഴുതാത്തത് അവർ എഴുതട്ടെ. മറ്റുള്ളവർ ഓടാത്ത വേഗതയിൽ അവർ ഓടട്ടെ. മറ്റുള്ളവർ ചെയ്യാത്തത് അവർ ചെയ്യട്ടെ. ഹിസ്റ്ററി മേക്കേഴ്സ്, ഹിസ്റ്ററി മേക്കേഴ്സ്. മക്കളെ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിക്കുക. യെസ് യെസ്, ലിഫ്റ്റ് യുവർ ഹാൻഡ്സ്. മറ്റുള്ളവർ ചെയ്യാത്തത് ഈ കരങ്ങളിലൂടെ നടക്കട്ടെ. യെസ് യെസ്, മറ്റുള്ളവർ പറന്നുയരാത്ത മേഖലകളിൽ ഉയരട്ടെ, 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 ഉയരട്ടെ. ഈ ലോകത്തിന് അപ്പൻ നിങ്ങളെ ശപിച്ചെങ്കിൽ I cancel it in Jesus name. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. യെസ് യെസ്, blessing, 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 blessing. Continue, continue, continue. അമ്മമാർ പ്രാർത്ഥിക്കട്ടെ. ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി അമ്മമാർ കരയട്ടെ. നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവേ. ഓ ബ്യൂട്ടിഫുൾ, ഓസം, ഓസം. ഈ ഹാളിൽ നിറയുന്ന ഭയങ്കര ദൈവ തേജസ്സിനായി ഫാദേഴ്സ് ബ്ലെസ്സിംഗ്, ഫാദേഴ്സ് ബ്ലെസ്സിംഗ്, ഫാദേഴ്സ് ബ്ലെസ്സിംഗ്, ഫാദേഴ്സ് ബ്ലെസ്സിംഗ്. ആരെങ്കിലും മേൽ ഒരു കാറ്റ് വീശുന്നത് പോലെ തോന്നുന്നെങ്കിൽ yes, it's an anointing. ആരെങ്കിലും മേലൊരു തീ വീഴുന്നത് കാണുന്നെങ്കിൽ it's anointing. Come on, receive that. ആരെങ്കിലും ഒരു പുതപ്പിനാൽ ചുറ്റപ്പെടുന്നത് പോലെ അനുഭവിക്കുന്നെങ്കിൽ yes, come on, take it, take it now, take it now, take it now. അന്യഭാഷയിൽ പ്രാർത്ഥിച്ച്, വാതുറന്ന് അന്യ ആത്മനിറവിൽ പ്രാർത്ഥിച്ച്
യാതന രമേഖിനി ആന്തോ. Yes, 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 yes. Yes, 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 yes. Yes, 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 yes. Yes, yes, yes. Yes, yes, yes. ഏത് കുട്ടിയെ ഓർത്താണോ അധികം നിങ്ങൾ വിഷമിച്ചത്? ഏത് കുട്ടിയെ ഓർത്താണ് അധികം നിങ്ങൾ കരഞ്ഞത്? ഏത് കുട്ടിയെ ഓർത്താണ് അധികം നിങ്ങൾ വേദനിച്ചത്? ആ കുട്ടിയായിരിക്കും ഏറ്റവും വലിയ അനുഗ്രഹം. ആ കുട്ടിയായിരിക്കും ഏറ്റവും വലിയ പകർച്ച. ആ കുട്ടിയുടെ പേരിലായിരിക്കും വീട് അറിയപ്പെടുന്നത്. ആ കുട്ടിയായിരിക്കും ഏറ്റവും വലിയ ശുശ്രൂഷ ചെയ്യുന്നത്. Yes, yes, yes. Yes, yes, yes. You're a good, good Father. It's who you are. ഈ ദൂതരിക്കുമ്പോൾ It's who you are. വീണ്ടും കർത്താവിനോട് പറഞ്ഞത്, സിംഗിൾ പാരന്റായി അപ്പൻ മരിച്ചു പോകും, അല്ലെങ്കിൽ അപ്പനില്ലാതെ വളരെ കഷ്ടപ്പെട്ട് ചില അമ്മമാർ ഏതോ കുഞ്ഞിനെ വളർത്തുന്നുണ്ട്. അമ്മമാർ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. ചോദിച്ചത്, കർത്താവേ, ഫാദേഴ്സ് ഡേ അവരോട് ഞാൻ എന്താ പറയേണ്ടത്? കർത്താവ് പറഞ്ഞു, പോയി പറ, മോശയെ വളർത്തിയത് അപ്പനല്ല, മോശയെ വളർത്തുന്നത് അമ്മയുടെ കീഴിലാണ്. 3 മാസം സ്വന്തം അമ്മ വളർത്തി. പിന്നെ അമ്മയുടെ സ്ഥാനത്ത് ആ കൊട്ടാരത്തിൽ ഫറവോന്റെ പുത്രി അവനെ വളർത്തി. ഒന്ന്. സെക്കൻഡ് എക്സാമ്പിൾ, എൽക്കാനയുണ്ട്. പക്ഷെ എൽക്കാന പലതിലും ആബ്സെന്റ് ആയിരുന്നപ്പോൾ ഹന്ന ആ ശമൂവേലിനെ വളർത്തി. ചരിത്രം മാറ്റിമറിച്ച ഒരു പ്രവാചകനെ, ഒരു പുരോഹിതനെ, ഒരു ന്യായാധിപനെ ശമൂവേൽ എന്ന രൂപത്തിൽ ഹന്ന വളർത്തി. ഇന്ന് പകൽ ചില മോശമാർ ഇവിടെ വളരുന്നുണ്ട്. ചില ശമൂവേൽമാർ ഇവിടെ വളരുന്നുണ്ട്. ആരും മിണ്ടുന്നില്ല. ഒരിക്കൽ കൂടെ, ചില മോശമാർ ഇവിടെ വളരുന്നുണ്ട്. ആമേൻ പറയോ? ചില മോശമാർ ഇവിടെ വളരുന്നുണ്ട്. ചില ശമൂവേൽമാർ ഇവിടെ വളരുന്നുണ്ട്. ഫാദേഴ്സ് ഡേ ഫൈനലി ഞാൻ നിർത്തി. ഈ ഫാദേഴ്സ് ഡേക്ക് മക്കള് പപ്പയ്ക്ക് വേണ്ടി പപ്പ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഗുഡ്, നല്ല കാര്യം. പലരും പ്രാർത്ഥന നിർത്തി തിരിച്ചു വന്നു. ഒരിക്കൽ കൂടെ തിരിച്ചു പോകണം. ഒരിക്കൽ കൂടെ പപ്പയുടെ അടുക്കിലേക്ക് തിരിച്ചു പോകണം. പപ്പയുടെ അടുക്കിലേക്ക് ഒരിക്കൽ കൂടെ തിരിച്ചു വന്നു. ഇത്രയും കാലം പപ്പ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? 2 മിനിറ്റ് പപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 2 മിനിറ്റ് പപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കമോൺ, നിങ്ങൾ ഏത് ഡയറക്ഷനിൽ നിന്നാലും നോ പ്രോബ്ലം. പ്ലീസ് ഫീൽ ഫ്രീ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ആ പപ്പയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് കമോൺ, എല്ലാവരും പോയേ. ഹല്ലേലൂയ. എല്ലാ കുഞ്ഞുങ്ങളും അപ്പൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമോളെ. ഡയബറ്റിക് ആയിരിക്കാം, ഹാർട്ട് പ്രോബ്ലം ആയിരിക്കാം, സ്ട്രോക്ക് ആയിരിക്കാം, മറ്റു രോഗങ്ങളൊന്നും എൻ്റെ പപ്പയെ തൊടല്ല. സ്തോത്രം. നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ആവർത്തിക്കുന്നു, നിലവിളിച്ച് പ്രാർത്ഥിക്കുക. കരയാൻ നിങ്ങൾക്കറിയാം. കരയാൻ ട്യൂഷൻ എടുക്കണ്ട. കമോൺ, പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കമോൺ, പ്രേ റൈറ്റ് നൗ. Thank you, Holy Spirit. 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 Thank you, Jesus. Thank you, Jesus. ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുന്നു. Thank you, Lord. Thank you, Lord. Thank you, Lord. സ്വർഗ്ഗസ്ഥനായ പിതാവ്, കമോൺ, 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തെ നന്ദി പറഞ്ഞേ. Thank you, Jesus.
ഒരു അബ്രാമിനെ ദൈവം തിരഞ്ഞെടുത്തു. അബ്രാം മീൻസ് എക്സാൾട്ടഡ് ഫാദർ, ഉയർത്തപ്പെട്ട പിതാവ്. ഉയർത്തപ്പെട്ട പിതാവ്, എക്സാൾട്ടഡ് ഫാദർ. അബ്രാമിനെ ദൈവം അബ്രഹാമാക്കി. ഫാദർ ഓഫ് മെനി നേഷൻ, അനേക ജാതികൾക്ക് പിതാവ്. രണ്ടിലും ഒരു പിതാവ്. അബ്രാമിലും പിതാവ്, അബ്രഹാമിലും പിതാവ്. അബ്രാമിലും പിതാവ്, അബ്രഹാമിലും പിതാവ്. അബ്രഹാമിനാൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നാൽ സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും, കർത്താവേ ഞാനൊരു അനുഗ്രഹമാകട്ടെ. എല്ലാവരും പറഞ്ഞ ഞാനൊരു അനുഗ്രഹമാകട്ടെ, ഞാനൊരു അനുഗ്രഹമാകട്ടെ, ഞാനൊരു അനുഗ്രഹമാകട്ടെ. വേദപുസ്തകത്തിലെ സകല അനുഗ്രഹത്തെ ഈ ജനത്തിന്മേൽ വ്യക്തിയായി കുടുംബമായി റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ മാനിക്കപ്പെട്ടാട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ഈസ്റ്റിൽ നിന്ന് ഒരു ചലനമുണ്ടാകുക. വെസ്റ്റിൽ നിന്നല്ല, ഈസ്റ്റിൽ നിന്നാണ് വിദ്വാൻമാർ വന്നത്. ഈസ്റ്റിൽ നിന്ന് വിദ്വാൻമാർ മൂര് പൊന്ന് കുന്തിരിക്കം ചുമന്നു വന്നു എങ്കിൽ, യേശുവിൻ്റെ ഒന്നാമത്തെ വരവെങ്കിൽ ഈസ്റ്റിൽ നിന്ന് മൂര് പൊന്ന് കുന്തിരിക്കം ചുമന്ന് ജ്ഞാനികൾ വന്നു എങ്കിൽ, കർത്താവിൻ്റെ വരവിന് തൊട്ട് മുൻപ് ഈസ്റ്റേൺ സഭയിൽ നിന്ന് അഭിഷേകങ്ങളുടെ വലിയ ചലനം വെളിപ്പെടട്ടെ. ഈസ്റ്റിൽ നിന്ന്. അതിനായി ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അതിനായി ഇവരെ റിലീസ് ചെയ്യുന്നു. അതിനായി ഇവരെ അനുഗ്രഹിക്കുന്നു, റിലീസ് ചെയ്യുന്നു. മാനിക്കും. ദൈവകൃപ കൂടെ ഇരിക്കും. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. രണ്ട് കരങ്ങളെ ഉയർത്തി ആശീർവാദത്തെ നമുക്ക് വേഗത്തിൽ പിരിയാം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുൻപും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും എന്നും ആശ്വസിപ്പിച്ച് ദൈവത്തിൻ്റെ മഹത്വമേറിയ പദ്ധതിക്കായി നമ്മെ ഒരുക്കുന്ന തൃത്വത്തിൽ മൂന്നവനായ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ വിലയേറിയ സംസർഗവും കാവലും കൂട്ടാമേയും നാം ഏവരോടും ഇന്നും എന്നും കാലാവസരം കൂടെ അതുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്.